ഹലോ എവരിവൺ, മോഡേൺ വിസ്ഡം മലയാളം പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അനിൽ സർ, വെൽക്കം ടു ദി പോഡ്കാസ്റ്റ്. താങ്ക് യു. റിലേഷൻഷിപ്സ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. ബിക്കോസ് വി ആർ സോഷ്യൽ അനിമൽസ്, റൈറ്റ്? നമ്മൾ ജനിച്ച് വീഴുന്നത് തന്നെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ്. പിന്നെ നമ്മൾ ജീവിതത്തിൽ ഉടനീളം ഓരോ റിലേഷൻഷിപ്സ് നമ്മൾ ഫോം ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വി കാണ്ട് അവോയ്ഡ് ഇറ്റ്. ആൻഡ് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ പോലല്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ് ഓൾസോ. ബിക്കോസ് ഹാർവാർഡിൽ ഒരു മനുഷ്യൻ്റെ ഹാപ്പിനെസ്സിനെ പറ്റിയിട്ട് ഹെൽത്തിനെ പറ്റിയിട്ടും നടന്ന ഏറ്റവും ലോങ്ങസ്റ്റ് സ്റ്റഡി, ഏകദേശം 80 yearsൻ്റെ മുകളിലേക്ക് നടന്നൊരു സ്റ്റഡിയിൽ റിവീൽഡ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഹെൽത്തിനും ഹാപ്പിനെസ്സിനും ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള പ്രെഡിക്റ്റർ എന്ന് പറയുന്നത് ഗുഡ് റിലേഷൻഷിപ്സാണ്. മനുഷ്യന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദുഃഖങ്ങളിൽ എടുത്ത് നോക്കുമ്പോഴും റിലേഷൻഷിപ്പിന് അതിന് വലിയൊരു പങ്കുണ്ട് എന്ന് പറയാം. അതെ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യന് തീർച്ചയായിട്ടും മാസ്റ്റർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെ പറ്റിയിട്ട് തന്നെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെല്ലാമെന്ന് തോന്നുന്നു. റിലേഷൻഷിപ്പ് മനുഷ്യന് എന്തിനാണ് ആവശ്യം? അത് നമ്മൾ ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സ്റ്റഡീനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അത് നല്ല കാര്യം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മുന്നിൽ നടക്കണം. ബട്ട് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ലെവലിലേക്ക് പോകണം. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, റിലേഷൻഷിപ്പ് എനിക്ക് എന്തുകൊണ്ടാണ് ആവശ്യമാണെന്ന് തോന്നുന്നത്? എൻ്റെ മനസ്സെന്താ പറയുന്നത്? ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എവിടെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് ചിന്തിച്ച് നോക്കിയിട്ട് എപ്പോഴൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നെങ്കിൽ എന്തു വലിയ ട്രാജഡി ആയേനെ, റിലേഷൻഷിപ്സ് ഉള്ളത് എത്ര നല്ലതാ എന്ന തോന്നൽ നമുക്കുണ്ടാവും. നമ്മളുടെ നീഡ്സൊക്കെ എല്ലാവരും മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ജീവിതത്തിൽ. നമ്മൾ പല നീഡ്സ് അവർ മീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ നമ്മുടെ ലൈഫിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നൊരു തോട്ട് നമുക്ക് വളരെയധികം പേടിപ്പെടുത്തുന്ന ഒന്നായി മാറും. ഇത് നമ്മൾക്കിതിങ്ങനെ സ്വയം തന്നെ കുറേ ടെസ്റ്റുകൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഞാൻ മൊയ്തീനൊരു 1 കിലോ ലഡു തന്നു. മൊയ്തീൻ അത് വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. മൊയ്തീൻ ഒറ്റയ്ക്ക് വീട്ടിൽ മുറിക്കകത്ത് എടുത്ത് വെച്ചിട്ട് ഓരോ ദിവസം ഓരോ ലഡു എടുത്തിട്ട് ഇങ്ങനെ കഴിച്ച് 10-20 ദിവസം കഴിച്ച് തീർത്തു. ലഡു കഴിച്ചതിൻ്റെ ഹാപ്പിനെസ് മൊയ്തീൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇനി വേറൊന്നാണ്, അത് കൊണ്ടുപോയി മൊയ്തീൻ വീട്ടിലും നാട്ടിലും അടുത്ത വീട്ടിലുള്ളവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് 10-20 പേരെ വിളിച്ചു കൂട്ടിയിട്ട് ഒറ്റയടിക്ക് എല്ലാവർക്കും ആ ലഡു കൊടുത്തിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് കഴിച്ചു, ഹാപ്പി ആയിട്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫീല് രണ്ടാണ്. ആദ്യത്തേതിൽ ലഡുവിൻ്റെ ഫീല് കിട്ടും, മധുരം കിട്ടും, ബട്ട് ഹാപ്പിനെസ് മൾട്ടിപ്ലൈ ആവുന്നില്ല. രണ്ടാമത്തേൽ ലഡുവിൻ്റെ മധുരം മൊയ്തീന് കുറഞ്ഞിട്ടുണ്ട്. കാരണം 20 ലഡു മൊയ്തീന് കഴിക്കാൻ പറ്റിയില്ല, 1 ലഡുവേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ഒന്നുപോലും കിട്ടാത്ത അവസ്ഥ വരും, അതും കൂടെ ഷെയർ ചെയ്യേണ്ട അവസ്ഥ വരും. സ്വയം സാക്രിഫൈസ് ചെയ്യും മറ്റുള്ളവർക്ക് വേണ്ടി, ബട്ട് ഹാപ്പിനെസ് കിട്ടും, ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഹാപ്പിനെസ്സിനെ കുറിച്ച് കുറേ ഡിസ്കഷൻ ചെയ്തതല്ലേ. സോ വൈ റിലേഷൻഷിപ്പ്? ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. മീൻസ് നമുക്ക് ഷെയറിങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഷെയർ ചെയ്ത് മാത്രം വളരെ ഡെവലപ്പ് ആവുന്നൊരു സാധനമാണ് ഇത്. അതൊരു ടൈപ്പ് ഓഫ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ നീഡാണ്. ഷെയർ ആൻഡ് കെയർ, ഇതാണ് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇക്വേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. ഷെയർ ആൻഡ് കെയർ ഈസ് ഈക്വൽ ടു റിലേഷൻഷിപ്പ് എന്ന് കണക്കാക്കാം. ഷെയറിങ്ങും കെയറിങ്ങിനും വേണ്ടിയിട്ടാണ് നമുക്ക് റിലേഷൻഷിപ്പ്. ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഡെപ്തിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. മനുഷ്യൻ്റെ മനസ്സ് വളരെയധികം ആഴമേറിയ ആവശ്യങ്ങളുള്ളൊരു സാധനമാണ്. ഒരു ആനിമലിനെ പോലെയല്ല. ഇപ്പോൾ ഒരു ആനിമലിനെ നമ്മൾ കൂട്ടിലിട്ടിട്ട് മര്യാദയ്ക്ക് തിന്നാനൊക്കെ കൊടുക്കുന്നു, നല്ല ഫ്രീഡം കൊടുക്കുന്ന അത്രയും വലിയൊരു കൂടാണ്, അതിന് നല്ല പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഹാപ്പി ആയിരിക്കും. നമ്മളുടെ വീട്ടിലത്തെ ഒരു നായ, അതിന് നമ്മൾ തുറന്നു വിട്ടാൽ നമ്മുടെ വീട്ടിലേക്കാണ് വരിക. കാരണം അത് കംഫർട്ടാണ്, അതിന് കിട്ടേണ്ട ബേസിക് നീഡ്സൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അപ്പോൾ അതെന്തിനാ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്താ? അങ്ങനെയാണ്. ബട്ട് നമ്മളെ പിടിച്ചിട്ടൊരു കൂട്ടിലിട്ടിട്ട് കഴിക്കാൻ തരാമെന്ന് പറഞ്ഞാൽ നമുക്കത് ശരിയാവില്ല. നമ്മൾക്കത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ലൈഫിനെ നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് ബേസിക് നീഡ്സ് മാത്രമല്ല, ഈ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി ഉണ്ട്.
ഇതിലൊരു മനുഷ്യന് പല ലെവൽ നീഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ ബേസിക് നീഡ്സ് ആണ് അതിൻ്റെ ഫൗണ്ടേഷൻ, ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ആണ് സെക്കൻഡ്, സെൽഫ് എസ്റ്റീം ആണ് തേർഡ്, ഇങ്ങനെ പോകുന്നുണ്ട് അത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യത്തെ ആ ഒരു കാര്യം മൃഗങ്ങൾക്കും മനുഷ്യനും സെയിമാണ്. ഭക്ഷണം കഴിക്കണം, ശ്വാസം വേണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഷെൽട്ടർ വേണം, ഇതൊക്കെ. ബട്ട് നെക്സ്റ്റ് ലെവൽ, ഇവല്യൂഷൻ്റെ നെക്സ്റ്റ് ലെവലാണ് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്. അതൊരു മൃഗത്തിന് മനസ്സിലാവില്ല, അതൊരു മനുഷ്യനെ മനസ്സിലാവുള്ളൂ. നമ്മൾ കഴിഞ്ഞ തവണയോ മറ്റോ ഡിസ്കഷൻ ചെയ്തപ്പോൾ ഒരു കാര്യം പറയണ്ടായി, ആനിമലിൽ നിന്ന് വിടും ചെയ്തു, ഒരു ഡിവൈനിലേക്ക് എത്തിയിട്ടുമില്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ലെവലിലാണ് ഈ മനുഷ്യൻ നിൽക്കുന്നത് എന്നുള്ളത്. അതും വലിയ രസം, മനുഷ്യരിൽ എല്ലാവരും പൂർണ്ണമായിട്ട് ആനിമലിൽ നിന്ന് വിട്ടിട്ടില്ല. ഇപ്പോഴും എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക കുറേ പേർക്ക്. കാരണം എവല്യൂഷൻ ഒരു നീണ്ട പ്രോസസ്സാണ്, അത് തീരുന്ന പ്രോസസ്സല്ല, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവും. അവിടെ എന്താ പ്രശ്നം ഉണ്ടാവുക? ഓരോരുത്തരുടെ എവല്യൂഷൻ ഓരോ സ്റ്റേജിൽ കിടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റാത്ത പ്രശ്നം വരും. മൃഗത്തിൻ്റെ തലത്തിൽ കൂടുതൽ കിടക്കുന്ന ആളുകളും ഡിവൈൻ ലെവലിലേക്ക് ഇവല്യൂഷനായി കഴിഞ്ഞ ആളുകളും മനുഷ്യൻ്റെ ലെവലിൽ കിടക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും ഇതിൽ. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കണേ, 1,00,000 വർഷം കഴിഞ്ഞാലുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടാവും? 1,00,000 വർഷം മുമ്പത്തെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായിരുന്നുണ്ടാവും? ഭയങ്കര അനിമലിസ്റ്റിക് ആയിരിക്കും അല്ലേ? എന്തിനും 1,00,000 വർഷം, 500 വർഷം മുമ്പത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കഴുത്തറുത്ത് കൊല്ലാടുന്ന ഒരു മടിയില്ലാത്ത മനുഷ്യന്മാരെ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാം. അവിടെ ഇവിടെയൊക്കെ എന്താ അനാഥ ശിശുക്കൾ ജനിക്കുക, ആരെയും ഗർഭിണിയാക്കും, ഒരു അരാജകത്വം ഉണ്ടായിരുന്നു മനുഷ്യൻ. ഇന്ന് കുറേയൊക്കെ കാര്യങ്ങൾക്ക് കൺട്രോളും സിവിലൈസേഷനൊക്കെ ഇമ്പ്രൂവ് ആയി, നമ്മൾ ഇങ്ങനെയൊക്കെ ആയി അല്ലേ? ഇനിയും 1,00,000 വർഷം കഴിയുമ്പോഴേക്കുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഇത്രയും ഇവോൾവ് ആയെങ്കിൽ, ഇത്രയും സോഷ്യൽ സിസ്റ്റംസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിൽ, ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇങ്ങനെ നടന്ന് പോയിട്ട് 1,00,000 വർഷം കഴിയുമ്പോഴേക്കുള്ള മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് ഏത് ലെവൽ എത്തിക്സിലെത്തിയിട്ടുണ്ടാവും ചിന്തിച്ചു. അതിങ്ങനെ ഇവോൾവ് ആവും. സൈക്കോളജിക്കൽ ഇവല്യൂഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവല്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മളിൽ. അപ്പോൾ നമുക്ക് ഒന്ന് ഗസ് ചെയ്യാൻ പറ്റണം ഭാവിയിലുള്ള മനുഷ്യൻ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ മൃഗീയ മനുഷ്യനെക്കുറിച്ചൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം, ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള മനുഷ്യനെക്കുറിച്ചും. ഈ 3 സ്റ്റേജിലും ഏകദേശമൊക്കെ ഇപ്പോഴും ആളുകളുണ്ട്. ഇവരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. എന്താ പറഞ്ഞു, ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇതിൽ ആളുകൾ നിൽക്കുന്നത് കൊണ്ട്. അതെ. അപ്പോൾ ഇത് ഒരിക്കലും മനസ്സിലാവില്ല എന്താ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നം എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കാണുന്ന ഒരാളാണ്, ഈ കൗൺസിലിങ്സിലും മറ്റും, അതുപോലെ സ്നേഹഭാഷ കോഴ്സിലും മറ്റും. അപ്പോൾ അതിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ, പേഴ്സണൽ വാല്യൂ സിസ്റ്റം. ഇത് എന്തായാലും 2 ആൾ റാൻഡംലി എവിടെയോ കിടന്നിരുന്ന 2 ആൾ തമ്മിൽ പ്രണയിച്ചിട്ടോ അറേഞ്ച്ഡ് മാരേജ് ചെയ്തിട്ടോ ഒന്നായി. എങ്ങനെ ഒന്നായി? അന്ന് മുതൽ അവരൊരു റിലേഷൻഷിപ്പായി. ഇന്ന് വരെ ഒരു ബന്ധവും ഇല്ലാതിരുന്ന 2 പേര് തമ്മിലാണ് ഇപ്പോൾ ബന്ധം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 2 പേരുടെയും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് സാധനങ്ങൾ ഡിഫറെൻ്റാണ്. അപ്പോൾ ഇവർ 2 പേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇവരുടെ ഈ വാല്യൂ സിസ്റ്റം ഡിഫറെൻ്റ് ആയിരിക്കും. ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ആൺകുട്ടി, ഇവർ ജീവിതത്തിൽ കാണുന്ന എത്തിക്സും വാല്യൂസും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം, ഇവരുടേത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കാം. നാച്ചുറലി ഇതിൽ ഒരാളുടേത് ഞാൻ ഹൈ ലോ എന്നൊക്കെ പറയുന്നു എന്ന് മാത്രം കേട്ടോ, ഏതാ ഹൈ ഏതാ ലോ എന്നൊക്കെ അവനോട് തീരുമാനിക്കുക. അപ്പോൾ ഒരാളുടേത് ഒരു ഹൈ ലെവൽ വാല്യൂ സിസ്റ്റവും വേറൊരാളുടെ ഒരു ലോ ലെവൽ വാല്യൂ സിസ്റ്റവുമാണെന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരാൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ കാര്യം അവളെ വിഷമിച്ചോട്ടെ, ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ്, അവളായിട്ട് വിഷമം ഉണ്ടാക്കിയതല്ലേ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഹസ്ബൻഡ്. പക്ഷെ ഭാര്യ അങ്ങനെയല്ല. ഹസ്ബൻഡിന് ഒരു വിഷമം ഉണ്ടായി, അയ്യോ എന്ത് പറ്റി, എന്താ നിങ്ങൾക്ക് പറ്റി, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്ന വാല്യൂ സിസ്റ്റം ഉണ്ട്, ഇടപെടും അതിൽ. ഇതൊക്കെ 2 തരം വാല്യൂ സിസ്റ്റം ഉണ്ട്. എപ്പോഴും ഈ വാല്യൂവിൽ ഹൈ ലെവൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അതാ ഭയങ്കര രസം. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ കണ്ടുവരുന്നൊരു സാധനമാണ്, അതിൽ കൂടുതൽ വാല്യൂ കീപ്പ് ചെയ്യുന്ന ആളില്ലേ കപ്പിൾസിൽ, ആ കൂടുതൽ വാല്യൂസ് ആർക്കാണോ ആ വ്യക്തിയാണ് ട്രബിൾ അനുഭവിക്കാറുള്ളത് ഈ റിലേഷൻഷിപ്പിൽ നിന്ന്. എന്തുകൊണ്ടാ കൂടുതൽ വാല്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ശരിക്കും അത് ഒരു ക്ലിയർ ആവാനുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഭാര്യയെ ഒരു നല്ലവളായിട്ട് ചിത്രീകരിച്ചിട്ട് പറയാൻ ശ്രമിക്കാം. ഭാര്യ
എന്താ വേറെ ആണുങ്ങളെയൊന്നും ശ്രദ്ധയൊന്നും പോകുന്നില്ല, ഭർത്താവ് തന്നെ എൻ്റെ ലോകം എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഭർത്താവിന് കണ്ട സ്ത്രീകളുടെ കൂടെയൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള താല്പര്യമുണ്ട്. ഭാര്യ മദ്യപിക്കാൻ ശ്രമിക്കുന്നില്ല, ഭർത്താവ് മദ്യപിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിൻ്റെ കാര്യം ശ്രദ്ധിക്കുവാൻ വേണ്ടി സമയം ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഭർത്താവ് ഇതൊന്നും സ്പെൻഡ് ചെയ്യുന്നില്ല. ഭാര്യയെ വീട്ടിലുള്ള ഒരു ജീവി അത്രേ കാണുന്നുള്ളൂ. ഇത് ഞാൻ മുഴുവൻ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഭാര്യയെ നല്ലവളും ഭർത്താവിനെ മോശമാക്കി ചിത്രീകരിച്ചാൽ ഇത് തിരിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. സോ ഈ സമയത്ത് ഇപ്പോൾ ആരുടെ വാല്യൂ സിസ്റ്റമാണ് ഹൈ? ഇവിടെ ഭാര്യയുടെയാണ്. അതായത് ഭർത്താവിൻ്റെ വാല്യൂ സിസ്റ്റം അവിടെ കുറവാണ്, ഈ പ്രസ്തുത ഭർത്താവിൻ്റെ. ഇതിൽ ആരായിരിക്കും ദുഃഖിക്കുന്നുണ്ടാവുക? ഭാര്യയായിരിക്കും. അതായത് ഞാൻ പറഞ്ഞത്, വാല്യൂ ആർക്കാണോ കൂടുതൽ, ആരാണോ കൂടുതൽ ലൈഫ് വാല്യൂസ് കീപ്പ് ചെയ്യുന്നത്, മോറൽസ് കീപ്പ് ചെയ്യുന്നത്, അവർ കൂടുതൽ സഫറിങ്ങും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പൊതുവെ പഠിക്കുന്നതൊക്കെ എന്താണ്? മോറൽ വാല്യൂസ് ഉണ്ടാവണം, ജീവിതം നല്ലതായി മാറാനെന്നാണ് ചിന്തിക്കുന്നത്. ബട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വരുമ്പോൾ മോറൽ വാല്യൂസും മറ്റും കൂടുതലുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ളതൊരു സത്യമാണ്. ഇതിനെന്തായിരിക്കും റീസൺ? ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉള്ളത് കൊണ്ടല്ലേ? ലൈക്ക് മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾക്ക് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പോലെയാണ് വേറൊരാളുള്ളത്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഇടയിലുണ്ട്. ഹൈ മോറൽ വാല്യൂസ് ഉള്ള വ്യക്തിക്ക് ഈ ലോ മോറൽ വാല്യൂ ഉള്ള വ്യക്തിയെ, ആ വ്യക്തിക്ക് എന്താ എന്നെ പോലെ ആയാൽ എന്ന് ഉള്ളൊരു ആഗ്രഹം ഉണ്ടാകും. എന്നാൽ ലോ മോറൽ വാല്യൂ ഉള്ള വ്യക്തിക്ക് ഈ ഹൈ മോറൽ ഉള്ള വ്യക്തി എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു, എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളത് ഊഹിക്കാനുള്ള കഴിവ് പോലും ഉണ്ടാവില്ല. ഇവല്യൂഷന്റെ ലെവൽസ് ആണത്. അപ്പോൾ ഈ ഹൈ ലെവലിൽ നിൽക്കുന്ന വ്യക്തിക്കായിരിക്കും എപ്പോഴും എക്സ്പെക്റ്റേഷൻ, അയാളെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇത് കുഴീൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരാളും കുഴിയിൽ നിന്ന് കയറിയ ഒരാളും എന്ന് വിചാരിക്കുക. കുഴിയിൽ നിന്ന് കയറിയ ഒരാൾക്ക് അയാളെയും കൂടെ കുഴിയിൽ നിന്ന് മേലെ കയറ്റണമെന്ന് തോന്നും. കുഴീൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കോ അയാളെയും കൂടെ താഴെ ഇറക്കണമെന്ന് തോന്നുന്നില്ല. കുഴിയുടെ ഉള്ളിൽ തന്നെ പുള്ളിക്കായിട്ട് കംഫർട്ടായാലോ, എന്തിനാ വെറുതെ പുറത്തിറങ്ങുന്നു, ഇവിടെ തന്നെ ഇരിക്കാന്നൊക്കെ തോന്നി എന്തായിരിക്കും അവസ്ഥ? മേലെയുള്ള ആൾക്ക് ഇത് കയറാൻ പറ്റും, കയറി വാ അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹൈ മോറൽസ് ഉള്ള വ്യക്തി ആ ലോ മോറൽസ് ഉള്ള വ്യക്തിയെ എപ്പോഴും ശരിയാക്കി എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. മറ്റേ ആളൊന്നും ശ്രദ്ധിക്കില്ല. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അത്ര ബോണ്ട് ഉണ്ടാവില്ല. നല്ല ബോണ്ട് ഇഷ്ടമുള്ളവരും അത്ര ബോണ്ട് ഇഷ്ടമില്ലാത്തവരും, അത് റിലേഷൻഷിപ്പിനൊക്കെ പല റേഞ്ചസ് ഉണ്ട്. ഇവർ രണ്ടുപേരൊക്കെ ഒരുമിച്ചൊരു വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ബുദ്ധിമുട്ടാവും. ആ കൂടുതൽ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളെ ബുദ്ധിമുട്ടിലാവും. ഈ മോറൽ വാല്യൂസ് പറയുന്നതിനൊപ്പം തന്നെ അവർക്ക് ബിൽട്ടായിട്ട്, അതായത് ഇൻബിൽട്ടായിട്ട് പല വ്യത്യാസങ്ങളുണ്ടാവും. അതായത് ഇപ്പോൾ ഇൻട്രോവേർട്സ്, എക്സ്ട്രോവേർട്സ് എന്ന് പറയുന്നുണ്ട്, പേഴ്സണാലിറ്റി ഡിഫറൻസ് വേറെ തരത്തിലുള്ളതുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും അവിടെയും ആളുകൾ ഹാപ്പി ആയിട്ടുള്ള, നമ്മൾ ഇത്ര ഡിഫറൻസ് കാണുന്ന അവിടെയും ഹാപ്പി ആയിട്ട് പോകുന്ന കപ്പിൾസിനെ നമ്മൾ കാണാറുണ്ട്. അവിടെയാണ് അക്സെപ്റ്റൻസ് എന്ന വാല്യൂ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുമെന്നറിയോ? നമ്മൾ ഏത് റിലേഷൻഷിപ്പിലും പൊതുവെ ഇത് അച്ഛനും അമ്മയും മക്കളോടും മക്കൾ അച്ഛനമ്മയോടും മാത്രം അത്ര ഉണ്ടാവില്ലായിരിക്കും. പിന്നെ ഇത് പ്രതീക്ഷ, അതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അച്ഛനമ്മമാർക്ക് മക്കളുടെ മേലെ വലിയ പ്രതീക്ഷ ഉണ്ടാവും കേട്ടോ. മക്കൾക്ക് അച്ഛനമ്മമാരുടെ മേലെ വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? മക്കള് ചെറുപ്പം മുതൽ ഈ അച്ഛനമ്മയാണ് കാണുന്നത്. അപ്പോൾ ഈ അച്ഛനമ്മയും ഇങ്ങനെ തന്നെ ആയിരിക്കും മനുഷ്യൻ എന്നുള്ളതാണ്. മനുഷ്യൻ എന്താണെന്ന് കുട്ടി പഠിച്ചത് എവിടെ നിന്നാണ്? അച്ഛനും അമ്മ എന്നാണ്. അപ്പോൾ മനുഷ്യൻ എന്നതിൻ്റെ സാമ്പിൾ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയാണ് ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ. അതുകൊണ്ട് അച്ഛനും അമ്മയെയും ശരിയാക്കിയെടുക്കണം എന്ന് പൊതുവെ മക്കൾക്ക് തോന്നാറില്ല. പക്ഷെ മക്കളെ ശരിയാക്കിയെടുക്കണം എന്ന് അച്ഛനും അമ്മയ്ക്കും തോന്നും. കാരണം മക്കളെ ഒരു കാലിപ്പാത്രമായിട്ട് കിട്ടിയ പോലെയാണ് അച്ഛനും അമ്മയും വിചാരിക്കുന്നത്. മക്കൾ ഒരു എംപ്റ്റി വെസലാണ്, അവരങ്ങനെ മോൾഡ് ചെയ്തെടുക്കണം, ഒരു ക്ലേ പോലെയാണ്. ഇത് നമുക്ക് ശരിക്കെടുക്കാൻ പറ്റുന്നത്. ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഹിസ്റ്ററി കിടക്കുന്ന സാധനമാണ് ഈ വന്ന് ജനിച്ചിരിക്കുന്നത്. അത്രയും ജനറ്റിക് കോഡുകൾ ഉണ്ട് ഇതിൽ. എന്തെല്ലാം കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഒരു വ്യക്തി ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ അച്ഛനമ്മമാർ അവരുടെ മേലെ ഒരുപാട് പ്രതീക്ഷ വരും. കൂടുതൽ ഈ സാധനം വരിക ഫ്രണ്ട്സിലും കപ്പിൾസിലൊക്കെയാണ്. ഈ എക്സ്പെക്റ്റേഷനാണ് ഈ ഇടയിൽ നമുക്ക്, അതായത് ഒരു വ്യക്തി നമ്മളിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു ഡിഫറൻസിനെ അക്സെപ്റ്റ് ചെയ്യാതെ ലൈക്ക് അവർ നമ്മളുടെ രീതിയിൽ നമ്മളുടെ ഒരു രീതിയിലാവണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നതെന്ന്. അതെ, എക്സ്പെക്റ്റേഷന് പകരം അക്സെപ്റ്റൻസ് നമ്മൾ കൊണ്ടുവരണം. അതായത് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറഞ്ഞു തന്നാൽ മനസ്സിലാവും. എൻ്റെ വീട്ടിൽ 2-3 പശുക്കളുണ്ടായിരുന്നു.
പേരുകളൊന്നും എനിക്ക് ഓർക്കുന്നില്ല, നന്ദിനി, കിങ്ങിണി, ഈ 2 പശുക്കളെ എനിക്ക് ഓർമ്മയുണ്ട്. 3-4 പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അമ്മ ഒക്കെ ഇങ്ങനെ, ഞാൻ ഈ പശുവിനെ കറക്കുകയൊക്കെ ചെയ്യും ചെറുതായിരിക്കുമ്പോൾ, 7-6 പഠിക്കുമ്പോൾ. അപ്പം അമ്മ ഇങ്ങനെ എപ്പോഴും പശുക്കളെ കുറിച്ചൊരു ഒപ്പീനിയൻ പറയുമായിരുന്നു. കിങ്ങിണിയുടെ അടുത്ത് സൂക്ഷിച്ചു വേണം പോകാൻ, പഠിപ്പിച്ചു തരും. കിങ്ങിണിയുടെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം, വലതുവശത്ത് കൂടെ പോകരുത്, ഇടതുവശത്ത് കൂടെ പോകണം, ചവിട്ടും. അപ്പം നന്ദിനിനെ ഒരു കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിൽ കറക്കാം. ഓരോ പശുക്കൾക്ക് ഓരോ നേച്ചർ ഉണ്ടെന്ന്, ഓരോ സ്വഭാവം ഉണ്ടെന്ന് അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. എന്നിട്ട് ആ പശുവിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് അമ്മ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട് മനസ്സിൽ. കിങ്ങിണിയോട് ഇങ്ങനെ വേണം പെരുമാറാൻ, നന്ദിനിയോട് അങ്ങനെ വേണം പെരുമാറാൻ. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ അമ്മ എന്ന വ്യക്തിയുടെ മൈൻഡിൽ ഓരോ പശു ഡിഫറൻ്റ് ആണ്. അതിന് ഓരോ തരം സ്വഭാവങ്ങളുടെ പാറ്റേൺ ഉണ്ട്. അതിനോട് ഇങ്ങനെ പെരുമാറണം, ഇതിനോട് ഇങ്ങനെ പെരുമാറണം, മറ്റതിനോട് ഇങ്ങനെ പെരുമാറണം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് രീതിയിൽ പെരുമാറണം എന്നുള്ളൊരു ഇത് ക്രിയേറ്റ് ചെയ്ത്. അതെ. പക്ഷേ ഈ പശുവിൻ്റെ സ്ഥാനത്ത് 3 മനുഷ്യരോട് പെരുമാറേണ്ട ഒരു കാര്യം വരുവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു സാധാരണ ഒരു വ്യക്തി എങ്ങനെ പെരുമാറും? അവിടെ ഇയാളോട് ഇങ്ങനെ പെരുമാറേണ്ടത്, മറ്റുള്ള സ്വഭാവം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇങ്ങനെ പെരുമാറണം, ഇയാളോട് അങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിച്ചാൽ റിലേഷൻഷിപ്പ് ഓക്കെ. റിലേഷൻഷിപ്പിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, എല്ലാവരും നമ്മളൊരു പാറ്റേൺ ഉണ്ടാക്കി, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ മനുഷ്യരെയും ആ സോഫ്റ്റ്വെയറിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കണം. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എൻ്റെ ഭാര്യയെ ഓപ്പറേറ്റ് ചെയ്യുവാൻ, എൻ്റെ ഭാര്യയെ എന്താ പറയുക മാനേജ് ചെയ്യുവാനുള്ള എൻ്റെ സങ്കല്പത്തിൽ ആദ്യം ഒരു ഭാര്യ ഉണ്ടാക്കും. അപ്പോഴത് മനസ്സിലാവുള്ളൂ. അങ്ങനെ പറഞ്ഞത്, എൻ്റെ സങ്കല്പത്തിൽ ഞാനൊരു ഭാര്യ ഉണ്ടാക്കും. ആ ഭാര്യയോട് ഡീല് ചെയ്യുവാനുള്ള ഒരു സാങ്കല്പിക സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. ആ സോഫ്റ്റ്വെയറും കയ്യിൽ വെച്ചിട്ട് കല്യാണം കഴിക്കും. അപ്പോൾ ഈ ഭാര്യ ഇവിടെ വന്ന് നിൽക്കും. ഭാര്യ വന്ന് നിൽക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ആ ഭാര്യ ഹാൻഡിൽ ചെയ്യാൻ പോകും. ഏത് സങ്കല്പത്തിലെ ഭാര്യയെ, ഇത് ഭർത്താവാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ, ഒക്കെ മനസ്സിലാക്കണേ. സങ്കല്പത്തിലുള്ള പാർട്ട്ണറെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആ സാങ്കല്പിക സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് അപ്രോച്ച് ചെയ്ത് നോക്കും. അപ്രോച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യണില്ല. ഈ ആൾക്ക് ഈ സോഫ്റ്റ്വെയർ സെറ്റാവുന്നില്ല ആ ഹാർഡ്വെയറിലേക്ക്. ആ ആളെ ഈ രീതിയിലല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ഇയാളിങ്ങനെ കാണുകയാണ്, ഞാൻ പിന്നിൽ കൂടെ പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ വൈഫിന് അങ്ങനത്തെ സ്നേഹപ്രകടനം അല്ല ഇഷ്ടം. വൈഫിന് ഇങ്ങനെ മുഖത്തോട് നോക്കി സംസാരിച്ചിരിക്കുന്ന സ്നേഹപ്രകടനം ഇഷ്ടം. ഇയാൾ ഉണ്ടാക്കി വെച്ചത് മുഴുവനും സിനിമയിൽ കാണുന്ന പോലത്തെയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ ചീറ്റിപ്പോയി. അപ്പോൾ ഇദ്ദേഹം ചെയ്യേണ്ടത് പുതിയ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ കാര്യം മനസ്സിലാവും, ഓഹോ അപ്പോൾ എൻ്റെ വൈഫ് ഈ ടൈപ്പ് അല്ലല്ലേ, എൻ്റെ വൈഫ് മറ്റേ ടൈപ്പാണ്. അപ്പോൾ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം. അപ്പോൾ ആ ഭാര്യയോട്, അതായത് എൻ്റെ യഥാർത്ഥ ഭാര്യയോട് ഞാൻ ബിഹേവ് ചെയ്യേണ്ടത് എൻ്റെ സങ്കല്പത്തിലെ ഭാര്യയുടെ മേലെ നിർമ്മിച്ച സോഫ്റ്റ്വെയർ കൊണ്ടല്ല. ഈ ആൾ ഇങ്ങനെയാണ്, ഈ ആളിങ്ങനെ ആലിംഗനം ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഞാൻ വേറൊരു സോഫ്റ്റ്വെയർ അതിന് വേണ്ടി ഉണ്ടാക്കണം. മീൻസ് ഞാനൊരു പുതിയ ശീലം ഉണ്ടാക്കണം, പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കണം, വൈഫിനെ ഹാൻഡിൽ ചെയ്യുന്ന കോൺസെപ്റ്റ്. ഇതിന് നിൽക്കാതെ ഞാൻ ഉണ്ടാക്കി വെച്ച മറ്റേ കെട്ടിപ്പിടിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, നമ്മളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ, അതിലേക്ക് ആ ഭാര്യയെ സെറ്റാക്കാൻ നോക്കുകയാണ്. ആദ്യം സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അതിന് പറ്റിയൊരു ഹാർഡ്വെയർ ഉണ്ടാക്കാൻ നോക്കണ പോലെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെയാണ് ഈ ബന്ധങ്ങളൊക്കെ താളം തെറ്റുന്നത്. കൂടുതലും ബന്ധങ്ങളിൽ എന്താ സംഭവിക്കുന്നത്, ആദ്യം കോൺസെപ്റ്റ് ഉണ്ടാക്കി വെക്കും. ആ കോൺസെപ്റ്റിലേക്ക് ഒരു വ്യക്തിയെ പിടിച്ചു കൊടുത്തിട്ട് തിരികെ കയറ്റാൻ നോക്കും. ആ ഒരു വ്യക്തി ആ കോൺസെപ്റ്റിനെ അനുസരിച്ച് ഫിറ്റാക്കാൻ നമ്മൾ ശ്രമിക്കും. ശരിക്കും ഞാൻ മൊയ്തീൻ എന്ന വ്യക്തിയെ പരിചയപ്പെട്ട് വരുമ്പോൾ മൊയ്തീനെ ഇങ്ങനെ പഠിച്ച് മൊയ്തീന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുകയാണ് ഞാൻ. അപ്പോൾ മൊയ്തീന് വേണ്ടി ഞാനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊരു മൊയ്തീൻ ഉണ്ട് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നും. അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഇടപെടലും ഒക്കെ മൊയ്തീനിൽ നിന്ന് ഇനി ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ ഇത്ര പോരാ എന്ന് പറഞ്ഞ് സോഫ്റ്റ്വെയർ ഒന്നുകൂടെ മൊയ്തീനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്യും. ഞാൻ എൻ്റെ ഉള്ളിലെ ആ കോൺസെപ്റ്റിൽ ചേഞ്ച് വരുത്തും. മൊയ്തീനെ എൻ്റെ കോൺസെപ്റ്റിനനുസരിച്ച് ചേഞ്ച് ആക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ കോൺസെപ്റ്റിന്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലുള്ള കോൺസെപ്റ്റിനെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിനനുസരിച്ച് ഞാൻ ചേഞ്ച് ചെയ്യണം. ഇത്രയേ ഉള്ളൂ റിലേഷൻഷിപ്പിൻ്റെ ആർട്ട്. മറ്റത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കൊണ്ടാണ് റിലേഷൻഷിപ്പ് തലവേദനയാകുന്നത്. എങ്ങനെ നന്ദിനിയുടെയും കിങ്ങിണിയുടെയും സ്വഭാവങ്ങളെ അമ്മ അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അപ്പം ഇയാളോട് ഇങ്ങനെ പെരുമാറണം, അയാളോട് അങ്ങനെ പെരുമാറണം. ഇതുപോലെ ഓരോ മനുഷ്യൻ, ആ മനുഷ്യൻ അങ്ങനെയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ ഇങ്ങനെയാണ്, ഇയാളോട് ഇങ്ങനെ പെരുമാറി, ഇയാളോട് ഇങ്ങനെ പെരുമാറി, എന്താ അയാളെ പോലെ നിനക്കായാൽ
നന്ദിനിയെ പോലെ എന്താ കിങ്ങിണിക്കായാലെന്നൊരു ചോദ്യം അവിടെ ഇല്ല. അത് കോമൺ ആയിട്ട് നമ്മളെ കേൾക്കുന്നത് ഇപ്പോൾ പാരൻസിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും മക്കൾ ഇങ്ങനെ ആകുമ്പോൾ നീ എന്തുകൊണ്ട് അവരെ പോലെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ പോലെ ഇത് ചെയ്യുന്നില്ല, അത് ചെയ്യില്ല, അങ്ങനെ എപ്പോഴും ഒരു കമ്പാരിസൺ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പാരൻസിൻ്റെ അടുത്ത് മാത്രമല്ല, നമ്മളെ റിലേഷൻഷിപ്പിലാണെങ്കിലും കോമൺ ആയിട്ടുള്ളത് ഈ ഒരു കമ്പാരിസണാണ്. നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ ഒരു മോഡലായിട്ട് കണ്ടിട്ടുണ്ടാകും, അതുപോലെ നിനക്ക് ആയിക്കൂടെ, എന്തുകൊണ്ട് നിനക്ക് ആയിക്കൂടെ എന്നുള്ളൊരു സംഭവം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് അത് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനമാണ് എന്നുള്ളത്. നമ്മളൊരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുമ്പോഴായാലും ആ വ്യക്തിയോട് റിലേഷൻഷിപ്പിലാവുമ്പോഴായാലും ആ ഒരു വ്യക്തിയെ മുഴുവനായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആ ഒരു വ്യക്തി എങ്ങനെയുള്ള, ബിക്കോസ് എല്ലാവരും ഡിഫറെൻ്റാണ്, എല്ലാവരും യുണീക്കായിട്ടുള്ള ക്യാരക്ടേഴ്സും പേഴ്സണാലിറ്റീസും വാല്യൂസും എല്ലാവരും ഉള്ളതാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവുന്ന പറയുമ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ആളുകൾ ഒന്നിച്ച് വരുന്ന ഒരു മൊമെൻറ്റാണ്. ആ ഒരു മൊമെൻറ്റിൽ ഭയങ്കര കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് വെച്ചാൽ ഈ രണ്ട് വ്യക്തികളെ ഉൾക്കൊള്ളുന്ന ഒരു സ്പേസ് നമുക്ക് ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അങ്ങനെയല്ലേ പറഞ്ഞു വരുന്നത്? അണ്ടർസ്റ്റാൻഡിങ്ങിന് മുമ്പ് ഒരു സ്റ്റെപ്പ് ഉണ്ട്, ഒബ്സർവേഷൻ. റിലേഷൻഷിപ്പിൻ്റെ ഒരു ട്രയാങ്കിൾ പറഞ്ഞുതരാം. ഒബ്സർവേഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ലവിങ്. ഇത് കീപ്പ് ചെയ്യണം. നമ്മൾ ഏതൊരു ബന്ധത്തിലും ആദ്യം ഒരാളെ ഒബ്സർവ് ചെയ്യണം. ഈ ആളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഹാൻഡിൽ ചെയ്യലാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഈ ഹാൻഡിൽ ചെയ്യുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ ഒരു നെഗറ്റീവ് സെൻസ് ഉണ്ടാവണില്ലല്ലോ അതിന്. ഞാൻ പോസിറ്റീവായിട്ടാണ് ഉദ്ദേശിച്ചത്. ആ വ്യക്തിയുടെ കൂടെ ഇടപഴകി ജീവിക്കുവാനുള്ള ആർട്ട്, ഓരോ വ്യക്തിയുടെ കൂടി ഇടപഴകി ജീവിക്കുവാനുള്ള ആർട്ട് വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഒബ്സർവേഷനാണ്. ഒരു വ്യക്തി എന്ത് ടൈപ്പ് കാര്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവുക, ഒരു വ്യക്തി എന്തൊക്കെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്, ഒരു വ്യക്തിക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ട്, ടേസ്റ്റുകളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒബ്സർവേഷൻ. അപ്പോൾ ഒബ്സർവേഷൻ ചെയ്തിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു, ആ വ്യക്തി ടൈപ്പാണ്. നെക്സ്റ്റ് ആ വ്യക്തിക്ക് വേണ്ടി ഒരു സ്നേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്യുന്നു, എന്നിട്ട് ആ വ്യക്തിയുടെ കൂടെ ആ രീതിയിൽ ഇടപഴകുന്നു. അപ്പോൾ ഏത് റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരാളോട് പെരുമാറി ശീലിച്ച മെത്തേഡ് ഉപയോഗിച്ച് വേറൊരാളോട് പെരുമാറിയിട്ട് ഡയലോഗും പറയും. എന്താ അറിയോ, അമ്മയോട് പെരുമാറി ശീലിച്ച മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറി ശീലിക്കുക, എന്നിട്ട് ഭാര്യയ്ക്ക് അത് ഇഷ്ടമാവില്ല. അപ്പോൾ അമ്മയും പെണ്ണല്ലേ, നീയും പെണ്ണല്ലേ, പിന്നെന്താ നിനക്ക് മാത്രം എത്ര കൂടുതൽ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ അമ്മ അമ്മയാണ്, ഭാര്യ വേറെ ആളാണത്. രണ്ടും പെണ്ണാണെന്നുള്ളതുകൊണ്ട് ഒന്നാവോ? ഇല്ല, വേറെ പെണ്ണാണത്, ഇത് വേറെ പെണ്ണാണ്. രണ്ടുപേർക്കും ഡിഫറെൻറ്റ് നീഡ്സും ആണ് ഉള്ളത് തമ്മിൽ. അപ്പോൾ വ്യക്തികളുടെ ന്യൂറോ വയറിങ് ഡിഫറെൻ്റ് ആണ്, വ്യക്തികളുടെ ജെനറ്റിക്സ് ഡിഫറെൻ്റ് ആണ്, വ്യക്തികൾ പഠിച്ചെടുത്ത ബാക്ക്ഗ്രൗണ്ടുകൾ, വളർന്നു വന്ന കൾച്ചറുകൾ ഡിഫറെൻ്റ് ആണ്. പലതരം കൾച്ചറുകൾ ചേർന്നിട്ടൊരു വ്യക്തി ഉണ്ടാവുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണത്. ജെനറ്റിക്, അവരുടെ ജെനറ്റിക്സ്, അവർ ചെറുപ്പത്തിൽ ആദ്യത്തെ 13 വർഷത്തിൽ പഠിച്ചെടുത്ത ആർജിച്ചെടുത്ത കൾച്ചറുകൾ, പിന്നെ ആ വ്യക്തി വളർന്ന് വലുതായ സമയത്ത് പഠിച്ച പുസ്തകങ്ങളിൽ നിന്നും റിലീജിയസ് ടെക്സ്റ്റുകളിൽ നിന്നും മറ്റും പഠിച്ച ബിലീഫ് സിസ്റ്റംസും മറ്റും, പിന്നെ ആ വ്യക്തി ജീവിതത്തിൽ പല സിറ്റുവേഷനുകളിൽ ഒന്ന് ചെയ്തു നോക്കിയിട്ട് ഇത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തിരുത്തിയിട്ട് ഇനി ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ എന്നൊക്കെ തീരുമാനങ്ങൾ എടുത്തുണ്ടാക്കിയ ചില സ്വഭാവങ്ങൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർന്നിട്ടാണ് ഒരു വ്യക്തി ഉണ്ടാവുന്നത്. ആ വ്യക്തിയെ അങ്ങനെ ഉണ്ടായതാണ് നമ്മുടെ ഭാര്യ. എന്നിട്ട് ആ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് അമ്മയും പെണ്ണല്ലേ, നീയും പെണ്ണല്ലേ, നിനക്ക് മാത്രം ഇത്തിരി കൂടുതൽ എന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ ഉണ്ടായതാണ്, അത് അങ്ങനെ ഉണ്ടായത്. രണ്ട് മോൾഡാണ്, രണ്ട് പെണ്ണാണെന്നുള്ളതുകൊണ്ട് ഒരേ മോൾഡാവില്ല. അപ്പം ഇതൊക്കെ കുറച്ച് മനുഷ്യൻ എന്ന ജീവി എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്ലൈൻഡായിട്ട് ആളുകളുടെ മേലെ ഇത്തരത്തിൽ മുദ്ര കുത്തുന്നു, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബന്ധങ്ങളിൽ അപേക്ഷ, ഉപേക്ഷ, ഈ രണ്ട് സാധനവും ഡേഞ്ചറാണ്. ഉപേക്ഷ ബന്ധങ്ങളിൽ അപേക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ ഇങ്ങനെ ആയിരിക്കുമെന്നല്ല, നീ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് നമ്മളുടെ ഒരു റിലേഷൻ്റെ മേലെ നിന്നും പ്രതീക്ഷ വെച്ചിട്ട് അതിനുവേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഒന്ന് സ്നേഹിക്കുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് പരിഗണിച്ചുകൂടെ, അങ്ങനത്തെ ഒരു രീതിയില്ലേ ഞാൻ അപേക്ഷ എന്ന് പറയും. ഉപേക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരാൾ ഇവിടെ ജീവിച്ചിരിക്കേണ്ടതെന്നേ ചിന്തിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കണ പോലത്തെ ഒരവസ്ഥ. ആ വ്യക്തിയുടെ നീഡ്സും ഒക്കെ തന്നെയും ഇഗ്നോർ ചെയ്യുന്ന ഒരവസ്ഥ. അങ്ങനെ ഒരാൾ അവിടെ ഇല്ലാത്തത് പോലെയാണ്. പിന്നെന്തിനാ ബന്ധം? ഈ രണ്ട് സാധനം ഹൈലി ഒരു വരണ്ടു പോകും നമ്മുടെ ജീവിതം. ഇനി ബന്ധങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ്.
ഈ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ളൊരു അകലമുണ്ട്. ഈ അകലം ഒരു പ്രത്യേക അകലമാണ് കേട്ടോ. അതൊരു പരിധി വിട്ടിട്ട് എങ്ങാനും അടുത്തു പോയാൽ ആ അകലം കുറഞ്ഞുകൂടെ വന്ന് വിചാരിച്ചോ, ചന്ദ്രനും ഭൂമിയും കൂടെ കൂട്ടിയിടിക്കും, ഒന്നൊന്നിൽ വന്ന് വീഴും, രണ്ടും നശിക്കും. ഇതൊരു പ്രത്യേക സ്ഥാനത്ത് നിങ്ങളുടെ അകന്നു പോയാലോ ആ ദൂരത്തുനിന്ന് ഓർബിറ്റ് ഒന്ന് വിട്ടു പോകാതെ അത് പിന്നെ പോകും. പിന്നെ അത് ഭൂമിക്ക് ഉപഗ്രഹമായിട്ട് ഉണ്ടാവില്ല പിന്നെ ചന്ദ്രൻ. ഇവർ ഈ ഒരു ദൂരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എന്നും തുടരുന്നത്, ഭൂമിയും ചന്ദ്രനും തമ്മിൽ ബന്ധം നിലനിൽക്കുന്നത്. ഇതുപോലെയാണ് ബന്ധങ്ങൾ. ബന്ധങ്ങളിൽ ഒരു സ്പേസ് വേണം. ഇത് നമ്മൾ അറിയാതെ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് 100% കടന്നുകയറ്റം നടത്തുവാനുള്ള ലൈസൻസിൻ്റെ പേരല്ല. ആ വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുകയും ആ വ്യക്തിക്ക് ആവശ്യമുള്ളൊരു സ്പേസ് നൽകുകയും വേണം. അപ്പോഴാണ് ഇത് കൂട്ടിയിടിക്കാതിരിക്കുള്ളൂ. അകലം വേണം. എന്നാ അകലം പാടില്ല, ഒരുപാട് അകലത്തിൽ അത് പോകും. അതാണ് ഒട്ടും അകലമില്ലാതിരുന്നു കഴിഞ്ഞാൽ മുട്ടി 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 നിന്ന് യാത്ര ചെയ്യുന്നൊരു ബസ്സിലേക്ക് അവസ്ഥ എന്താ? സഫക്കേഷൻ ഉണ്ടാവില്ലേ? അതുപോലെ ഒട്ടും ഒരു സ്പേസ് കൊടുക്കാതെ ഒരു വ്യക്തിയെ നമ്മൾ നിർത്തിയാൽ ആ വ്യക്തി സഫക്കേഷൻ ഉണ്ടാവും, ആ വ്യക്തി ഓടി രക്ഷപ്പെടും നിങ്ങളുടെ അടുത്ത് നിന്ന്. എന്നാൽ ഒരുപാട് അകലം കൊടുത്ത് എന്താ ചായക്കോ എന്നുള്ള രീതിയിലായി കഴിഞ്ഞാൽ പിന്നെന്തിനായി ബന്ധങ്ങൾ? അപ്പോൾ ബന്ധങ്ങൾ എന്നുള്ളത് ഒരു കൺട്രോളിംഗ് ആണ്, നല്ലൊരു കൺട്രോളിംഗ് സിസ്റ്റം കൂടിയാണ്. സൊസൈറ്റിയുടെ ഒരു കൺട്രോളിംഗ് സിസ്റ്റമാണ് ബന്ധങ്ങൾ. ബട്ട് കൺട്രോൾ മാത്രം കണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? പല കപ്പിൾസിൻ്റെ ഇടയിലും കാണുന്നത് ലൈക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ റിലേഷൻഷിപ്പിൽ കാണുന്നത് എന്താ വെച്ചാൽ, ഒരു വ്യക്തി വേറൊരു വ്യക്തിനെ അങ്ങനെ പൂർണ്ണമായിട്ട് കയ്യിൽ എടുത്തിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു അവസ്ഥയിലല്ലേ. അവർ പറയുന്നത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, അവർ പറയുന്നത് തന്നെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ, ചിന്തിക്കാൻ പറ്റുള്ളൂ, ഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള കുറേ റൂൾസ് ആ ഒരു വ്യക്തിയുടെ മേൽത്ത് ഇമ്പോസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു വ്യക്തി ആക്ച്വലി ഈ ഒരു വ്യക്തിനെ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തിനെ പൂർണ്ണമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ആ ഒരു വ്യക്തിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന പോലെ ഒരു ഡൈനാമിക് അവിടെ ക്രിയേറ്റ് ആവും. അതാണ് പല ടോക്സിക് ആയുള്ള റിലേഷൻഷിപ്പിലും കാണുന്നത്. അപ്പോൾ അവിടെ ഇതാണ് സംഭവിക്കുന്നത്. ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. പൊസസീവ്നെസ്. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ലവും പൊസസീവ്നെസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഞാനും മൊയ്തീനും കപ്പിൾസാണെന്ന് വിചാരിച്ചോ. അപ്പോൾ മൊയ്തീന് എന്നോട് പൊസസീവ്നെസ് ഉണ്ട്, മൊയ്തീന് അറിയില്ല ഇത് പൊസസീവ്നെസ് ആണെന്നുള്ളത്. എനിക്കും അറിയില്ലെങ്കിലോ? ഞാനും വിചാരിച്ചിരിക്കുന്നത് സ്നേഹമാണെന്നാ. എങ്ങനെ ഉണ്ടാവും? ഇതാണ് എല്ലാവരുടെയും അവസ്ഥ. മിക്ക ആളുകളും പൊസസീവ്നെസ്സിനെ സ്നേഹം എന്ന് വിചാരിച്ചിരിക്കുന്നു. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഓണർഷിപ്പ് കാണിക്കുക എന്നുള്ളതാണ്. പൊസഷൻ സർട്ടിഫിക്കറ്റ് കേട്ടിട്ടുണ്ടോ? നമ്മൾ സ്ഥലമൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറയും. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്നാണ് അതിൻ്റെ മലയാള വാക്ക്, കൈവശാവകാശം. അപ്പോൾ പൊസഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ കൈവശാവകാശം എന്നുള്ളത് പോലെയാണ് കിടക്കുന്നത്. ഞാൻ എൻ്റെ ഭാര്യയോട് പൊസസീവ് ആണെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ഞാൻ ഭയങ്കര പൊസസീവ് ആണെന്നൊക്കെ പറയുന്നവർ കേട്ടിട്ടില്ലേ? അതിൻ്റെ അർത്ഥം ഞാൻ കൈവശാവകാശം വെച്ചിരിക്കുന്നു, എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നു. അപ്പം എന്തായി? അതൊരു ഇൻഡിവിജ്വൽ ആണെന്നുള്ള റെസ്പെക്റ്റ് അവിടെ നിന്ന് നഷ്ടമാവുന്നുണ്ട്. നമ്മൾക്ക് ഒരു വസ്തുവിനെ സ്വന്തമാക്കി കൊണ്ടു നടക്കുന്ന പോലെ എളുപ്പമല്ല ഒരു വ്യക്തിയെ സ്വന്തമാക്കി കൊണ്ടു നടക്കൽ എന്നുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് വേണം. ഇതിങ്ങനെ ഞാനൊരു ഒരു കോണി പോലെ പറഞ്ഞുതരാം. ഒരു വസ്തുവിനെ സ്വന്തമാക്കൽ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം ആ വസ്തു നിർജീവമാണ്. നമ്മൾ വിചാരിക്കണ പോലെ ആ വസ്തു എങ്ങനെ വേണമെങ്കിലും ആക്കാം. എന്നാൽ ഒരു ജീവനുള്ളതിനെ നമ്മൾ സ്വന്തമാക്കി എന്ന് വിചാരിച്ചോ. ഉദാഹരണത്തിന് ഒരു ചെടിയെ നമ്മൾ സ്നേഹിക്കുകയാണ്. ചെടിയെ നമ്മൾ സ്വന്തമാക്കി വീട്ടിൽ കുഴിച്ചിട്ടു. അപ്പോൾ നമ്മൾക്ക് വെറുതെ സ്നേഹിച്ചിരുന്നാൽ പോരാ, ചെടിക്ക് മര്യാദയ്ക്ക് വെള്ളവും വളവും ഒക്കെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തം കൂടെ വരും അവിടെ. ചെടിക്ക് വെള്ളവും വളമൊന്നും കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? അത് അടിഞ്ഞു പോകും, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും. സ്നേഹിക്കാൻ പിന്നെ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ ആ ചെടി, അത് കഴിഞ്ഞ് അത് കരിഞ്ഞു പോകും. അപ്പോൾ അവിടെ ജീവനില്ലാത്ത ഒന്നിനെ ആവുമ്പോൾ അധികം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഒരു ചെടി ജീവനുള്ള സാധനമായി, അപ്പോഴേക്കും നമുക്ക് റെസ്പോൺസിബിലിറ്റി വന്നു. ഒരു മൃഗത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിലോ ഒരു മൃഗത്തിൻ്റെ കൂടെ റിലേഷൻ, അതിൽ നിന്നാണ് ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ വെള്ളം കൊടുക്കലും ഭക്ഷണം കൊടുക്കലും മാത്രമല്ല, ഒരു 2 ദിവസം വിട്ടുവെക്കാൻ പോലും പറ്റില്ല വീട്ടിൽ നിന്ന്. പിന്നെ അതിൻ്റെ കാഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്തിരി സഹിക്കലും കൂടെ വരും അതിൻ്റെ കൂടെ, ഒരു മൃഗത്തെ ആവുമ്പോൾ. അപ്പോൾ ഒരു മനുഷ്യനെ ആവുമ്പോഴോ വീണ്ടും ലെവൽ വർദ്ധിച്ചു.
അതാണ് നമ്മളുടെ സ്നേഹം പങ്കിടാൻ, നമ്മൾക്ക് സമയം പോകാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പൊക്കെ വേണ്ടത്. ബട്ട് ഇതിലെ ക്വാളിറ്റി കൂടി ഒരു സാധനത്തിൽ നിന്ന് ചെടിയായി, ചെടിയിൽ നിന്ന് മൃഗമായി, മൃഗത്തിൽ നിന്ന് മനുഷ്യനാകുമ്പോഴേക്കും ഇറ്റ്സ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. മീൻസ് അതിലെ കമ്മിറ്റ്മെൻറ്റ്സ് കൂടുതലാണ്. നമ്മൾക്ക് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യേണ്ടതായിട്ടും വരും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ വെറും സുഖിക്കാനുള്ള സാധനമൊന്നുമല്ല. എത്ര അധികം അത് യൂസ്ഫുൾ ആണോ അത്രയധികം അത് കോംപ്ലിക്കേറ്റഡും ആയിരിക്കും, അത്രയധികം അതിൻ്റെ മേലെ നമ്മൾ എടുക്കേണ്ട ത്യാഗങ്ങൾ കൂടുതലുമായിരിക്കും. ബന്ധങ്ങളിൽ കൂടുതലും മനുഷ്യർക്ക് മിസ്സിങ് ആയിട്ടുള്ളൊരു പോയിന്റ് ഇതാണ്, ത്യാഗം. ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ത്യാഗങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു ഉദാഹരണം, ലഡുവിൻ്റെ ഉദാഹരണം. മൊയ്തീൻ്റെ 19 ലഡു ത്യാഗം ചെയ്യേണ്ടി വന്നില്ലേ? എന്ത് കിട്ടി പകരം? ഷെയർ ചെയ്തുള്ള ഒരു സന്തോഷം കിട്ടി, കുറേ ആളുകളെ കിട്ടി, കുറേ ആളുകളുടെ കൂടെയുള്ള ഹാപ്പിനെസ് കിട്ടി. പക്ഷെ 19 ലഡു ത്യാഗം ചെയ്തു. മൊയ്തീന് 19 ലഡു ത്യാഗം ചെയ്യാനും പറ്റില്ല, ബന്ധങ്ങൾ അവിടെ വേണം താനും. അപ്പോൾ ബന്ധങ്ങൾ കൂട്ടിയോ ഇനി എന്ത് കിട്ടിയാലും മൊയ്തീൻ എന്ത് ചെയ്യും? അത് ഷെയർ ചെയ്യാൻ തയ്യാറല്ല അവർക്ക്. അപ്പോൾ ആ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ബന്ധങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ പണച്ചെലവുണ്ട്, കുറേ ടൈം ചിലവുണ്ട്, കുറേ എനർജി ചിലവുണ്ട്, കുറേ ത്യാഗം ചെയ്യാനുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും കൊടുക്കാതെ അതും വേണം, അതൊന്നും കൊടുക്കാനും പറ്റില്ല. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒപ്പം വേണമെന്ന് പറയുന്നത് വർക്ക് ചെയ്യില്ല. ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യം മാത്രമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ബന്ധങ്ങളിൽ കൊടുക്കലുണ്ട്. കൃഷി പോലെയാണ്. പല കൃഷിക്കാരും പറയും സത്യം പറഞ്ഞതൊക്കെ നഷ്ടമാണ്, ഈ കൊണ്ടിടുന്ന വളവും ഈ പണിക്കാർക്ക് കൊടുക്കുന്ന കൂലിയും ട്രാക്ടറും എല്ലാം കൂടെ കണക്കൂട്ടി കഴിഞ്ഞാൽ അരി പോയി വാങ്ങുക നല്ലത്. പിന്നെ എന്തിനാ കൃഷി ചെയ്യുന്നത്? കൃഷി അവരുടെ ഒരു ആത്മാവിലെ കാര്യമാണത്. മാത്രമല്ല അവരുണ്ടാക്കിയ അരി കഴിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട്, അല്ലാതെ ലാഭക്കച്ചവടം എന്നുള്ളതല്ല. അവിടെ അതിനേക്കാളും നിഗൂഢമായൊരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കർഷകൻ്റെ ഉള്ളിൽ. അതേപോലെയാണ് ബന്ധം എന്ന് പറയുന്നത്. വലിയ ലാഭക്കച്ചവടമൊന്നുമല്ല, ബന്ധങ്ങൾ ത്യാഗങ്ങളാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ പുറമെ ഇങ്ങനെ എണ്ണി കാണിക്കാൻ പറ്റാത്ത, നമുക്ക് കണക്ക് പറയാൻ പറ്റാത്ത ഒരു സാധനം അതുമായി എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ അറിയുന്നവനെ എക്സ്പീരിയൻസ് ആവും. ആ കഴിവില്ലാത്തൊരു വ്യക്തി എന്താ ചെയ്യാന്നറിയോ? കണക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ നിനക്ക് അമ്മ അങ്ങനെ ഇങ്ങനെ ചെയ്തെന്ന്, ഇത്ര രൂപയ്ക്ക് സാധനമായി തന്ന്, ഇതെന്തുകൊണ്ടാണ് പറയണമെന്നറിയൂ? ഇവര് ബന്ധം എന്ന് പറഞ്ഞാൽ അതിന് വില ഇട്ടിരിക്കുന്നത് ചിലവാക്കിയ പൈസയും എടുത്ത കഷ്ടപ്പാടുകളൊക്കെയാണ്. ബട്ട് അതിനൊക്കെ റിട്ടേൺ ആയിട്ട് ഒരു സാധനം കിട്ടുന്നുണ്ട്. ഇത് കർഷകൻ എന്തിനാണ് ഈ കൃഷി ചെയ്യുന്നത് നഷ്ടമാണെങ്കിൽ എന്ന് ചോദിച്ച പോലെയാണത്. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ബന്ധം കൊണ്ടു നടക്കുന്നത് പറയുമ്പോൾ അത് കൊണ്ടു നടക്കുമ്പോൾ ഒരു ഫീല് കിട്ടാനുണ്ട്. അതാണ് എക്സ്പ്ലെയിനബിൾ ആണ്. അതിനെ മനസ്സിലാക്കുവാനുള്ളൊരു കഴിവുള്ള വ്യക്തികൾക്ക് ഉള്ളതാണ് ബന്ധങ്ങൾ. അല്ലാത്ത വ്യക്തികൾക്ക് എല്ലാവർക്കും ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല. അത് മനസ്സിലാക്കണം. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതും കൂടിയാണ്. ആളുകൾ പലപ്പോഴും ആ ഒരു പാർട്ടിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു സംഭവത്തിന് എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളൊരു ലെവലിൽ തന്നെയായിരിക്കും. പക്ഷേ ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആണെന്ന് വെച്ചാൽ ഇത് രണ്ട് ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ആ ഒരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ള രീതിയിൽ ആളുടെ നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളുടെ നീഡ്സ് ആൾ മീറ്റ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗുഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഒരാൾ മാത്രം ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഗിവ് ചെയ്ത് നമുക്ക് പറയാം, ലൈക്ക് സെൽഫ് സാക്രിഫൈസ് എന്ന രീതിയിൽ പറയാം. പക്ഷേ എന്നിരുന്നാലും നമ്മളങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, പക്ഷെ ഇങ്ങോട്ടൊന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല എന്ന് വെച്ചാലും അതവിടെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് വരില്ലേ? അതാണ് രസം. ബന്ധങ്ങളിൽ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നു, പക്ഷെ ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നില്ല. ഇതിൻ്റെ നിരാശ പലർക്കും ഉണ്ടാവും. നമ്മൾ ഇതിനെ ഞാൻ അങ്ങനെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഡിസ്കസ് ചെയ്യല്ല ഇതിനെ കുറിച്ചിട്ട്. ബട്ട് ഇതിപ്പോൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിലുണ്ടാവും. നമ്മളിതിന് കാരണങ്ങൾ അന്വേഷിക്കണം, നമ്മളിരുന്ന് ചിന്തിക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ചേച്ചി, ആ ചേച്ചിക്ക് ഈ പരാതി ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഹസ്ബൻഡിനെ സ്നേഹിക്കാൻ അറിയില്ലേ സാർ, നിറയെ പണം കൊണ്ടു തരും, സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു തരും, സ്നേഹിക്കാൻ അറിയില്ല സാർ. അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളിയെ സ്നേഹിക്കും, പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്രഷനും ഇല്ല, ഒരു സ്നേഹവും ഇല്ല, ഇങ്ങനെ ഒരാളുണ്ടെന്നില്ല, പരിഗണനയില്ല. വരും, പോയി കുളിക്കും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും, എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയും, അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ പോകുന്നു. ഒരു സ്നേഹിക്കാൻ അറിയാത്ത ഭർത്താവ് പരാതി.
ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ജോലി ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ടീച്ചറാകാനുള്ള ശ്രമത്തിലാണ്, കുറേ നാളായിട്ട് റെഡി ആയിരിക്കുകയാണ്, ബട്ട് ഒരു ചെറിയ ഒരു സംശയം, എനിക്കിനി ജോലിക്ക് പോകണോ എന്നൊക്കെ ഒരു സംശയത്തിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോലിക്ക് പോകാൻ പറഞ്ഞു. എന്തായാലും നിങ്ങൾ ജോലിക്ക് പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം ഈ ചേച്ചി വീണ്ടും ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ സംസാരിച്ച സമയത്ത് പറയുകയാണ്, അവരുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ഭർത്താവിനുണ്ടായിരുന്ന ഒരു നേച്ചറില്ലേ, അതിപ്പോൾ ഇവർക്കും തുടങ്ങിയിരിക്കണം. പണ്ട് ഇവർ അങ്ങോട്ട് സ്നേഹിക്കില്ല എന്നെ, അങ്ങോട്ട് സ്നേഹിക്കില്ല എന്നെ, അങ്ങോട്ട് സ്നേഹിക്കില്ല എന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ തന്നെയാണോ എപ്പോഴും പോകുന്നത്? അല്ല, ഇപ്പോൾ പുള്ളിക്കും ഒരു ഫീലിങ്സും ഇല്ല, എനിക്കും ഒരു ഫീലിങ്സും ഇല്ല, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ ചോദിച്ചു, അത് വളരെ പഠിക്കാനുള്ള കാര്യമായിരുന്നു അത്. രണ്ടുപേർക്കും ഫീലിങ്സ് ഇല്ലാതെ ഏതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയില്ല, ബട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ, പുള്ളിക്ക് ഫീലിങ്സ് ഒന്നും ഇല്ല, എനിക്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കൽ തന്നെയാണ് പണി. ഇതിനൊരു റീസൺ ഉണ്ടായിരുന്നു. നിങ്ങളുടെ തലയിൽ വേറൊരു കാര്യവും ഓടാനില്ലായിരുന്നു അന്ന്. വീട്ടിലിരിക്കുക, ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരുപാട് ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ഓടാനുണ്ടായിരുന്നു. ഇപ്പം എന്തായി, നിങ്ങൾക്ക് സ്കൂളിലെ ഒരുപാട് കാര്യങ്ങൾ ഓടാനുണ്ട്. അപ്പം നിങ്ങൾക്ക് മറ്റേ ഫീലിങ്സ് കുറഞ്ഞു. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് സമയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വന്നാൽ കിടക്കണമെന്നായിട്ടുണ്ടാവും, നിങ്ങൾക്കത് അറിയില്ല, ആ അവസ്ഥ എന്താണെന്ന് അറിയുമായിരുന്നില്ല. എല്ലാവരെയും കാര്യമല്ല പറയും, ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഈ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് ഇങ്ങനെ പൈസ നിറയെ കൊടുന്നു തരുന്നുണ്ട്, പക്ഷെ സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. സ്നേഹം കൊടുക്കുന്നു, പൈസ കിട്ടുന്നു ചിന്തിക്കണം. അപ്പോൾ പ്രശ്നം കഴിഞ്ഞില്ലേ? അയാൾക്ക് തരാൻ പറ്റുന്ന അയാൾ തരുന്നുണ്ട്. അയാൾ പൈസ ഉണ്ടാക്കാൻ ഓടുമ്പോൾ സ്നേഹിക്കാൻ അറിയാതെ ആവുന്നുണ്ട്. ഇനി അയാളെ സ്നേഹിച്ചുകൊണ്ട് വേണമെങ്കിൽ വീട്ടിലിരിക്കാൻ തയ്യാറായിരിക്കും, അപ്പോൾ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ്, ഒരു ഭാര്യ ഭർത്താവ് റിലേഷൻഷിപ്പിനെ എടുക്കാം, കപ്പിൾസ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പരസ്പരം അവരുടെ പാർട്ട്നേഴ്സ് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവമാണ്. നമ്മൾ മുൻപ് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു. എന്നിരുന്നാലും ഒരു സക്സസ്ഫുൾ മാരേജ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രൈമറി റിലേഷൻഷിപ്പിന് ആയിരിക്കുമല്ലോ അത്. ഒരു ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുന്നത് ഒരു പ്രൈമറി റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിന് ഡിനൈ ചെയ്യാൻ പറ്റാത്ത പല നീഡ്സും ഡിസയേഴ്സൊക്കെ ഉണ്ട്. അത് നമ്മൾ കാരണം നമ്മൾ മുഴുവനായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ ഇൻ്റർ ഡിപ്പെൻഡ് ആണ്, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ പാരൻസിനെ ആ ഒരു ചെറിയ സമയത്ത് പാരൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൽ വെച്ച് നമ്മൾ ജീവിക്കില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മൾ അത്ര ഇൻഡിപെൻഡൻ്റ് അല്ല. നമുക്ക് ആ ഒരു നീഡ്സൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് ഫുൾഫിൽ ആവുന്ന നീഡ്സ് ഉണ്ട്. സ്നേഹം, കെയർ, അറ്റൻഷൻ, അഫെക്ഷൻ, കുറേ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് വരുന്ന നീഡ്സുകളുണ്ട്. അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് ഈ റിലേഷൻഷിപ്പുകളിൽ നിന്നാണ്. മെയിനായിട്ട് നമ്മളുടെ പ്രൈമറി റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ലവർ, അങ്ങനെ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഒരു ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു നീഡ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു വ്യക്തിൻ്റെ ലൈഫിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു നീഡ്സ് മീറ്റ് ചെയ്യാത്തൊരു ട്രാൻസാക്ഷനാണ്. എന്ത് നമ്മൾ സ്നേഹം കൊടുത്തിട്ട് ലൈക്ക് പൈസ കൊണ്ട് തരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു തരത്തിലൊരു ട്രാൻസാക്ഷൻ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്നിരുന്നാലും ഈ തരത്തിലുള്ള നീഡ്സ് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഒരു ഫെയിലിയർ അല്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു മനുഷ്യന് തൻ്റെ ഫിസിക്കൽ നീഡ്സിനെ സാക്രിഫൈ ചെയ്ത് ജീവിക്കാൻ പറ്റും. വേണമെങ്കിൽ 2 ദിവസം ഭക്ഷണം കഴിക്കാതെയോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ലെങ്കിലും സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും. ഒരു മനുഷ്യൻ്റെ ഇമോഷണൽ നീഡ്സിനെ ഒരു പരിധിക്കപ്പുറം നമുക്ക് സാക്രിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം പോലെയുള്ള പ്രൈമറി നീഡ്സിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ചോയ്സ് ഉള്ള ഒരു സ്ഥലമാണത്. ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയിലും ഡിപ്പെൻഡഡ് ആയിരുന്നു നമ്മൾ എന്ന് പറഞ്ഞില്ലേ മൊയ്തീൻ? അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഒരു റോങ് പാരൻ്റ് ആണെന്ന് വിചാരിച്ചു, മര്യാദയ്ക്ക് സ്നേഹിക്കാനെന്ന് അറിയാത്തൊരു പാരൻ്റ് ആണെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ആ ഒരു അച്ഛൻ്റെ അമ്മയുടെയും കുട്ടിയായിട്ട് ഞാൻ ജനിച്ചു, എനിക്കവിടെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഭാര്യ ഭർത്താവിൻ്റെ കാര്യത്തിലാകുമ്പോൾ വേണമെങ്കിൽ അയാളെ ഡിവോഴ്സ് ചെയ്ത് വേറെ കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ പറയാം നമുക്ക്. അല്ല, അച്ഛനമ്മയുടെയും കാര്യത്തിലാകുമ്പോൾ അച്ഛനമ്മേനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളതെങ്ങനെയാണ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നത്? അതിൻ്റെ കൂടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആവുന്നത് എങ്ങനെയാണ്? അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അത് നമ്മൾ ചെറുപ്പം മുതൽ ട്രെയിൻഡ് ആയതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അത് ഒരു സുപ്രഭാതത്തിൽ ഒന്നാവുന്നതുകൊണ്ടാണ്.
പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ആവുക എന്ന് പറയുമ്പോഴും അങ്ങനെയുള്ള ഒരു പാരൻറ്റിങ്ങിൽ നിന്ന് വന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. ട്രോമാസ് അവരുടെ പാരൻറ്റിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ട്രോമാസ് ആയിട്ട് അവരുടെ ഭാവിയിലോട്ട് വരുമ്പോൾ ഈ പാരൻറ്റിങ് കാരണം അവരുടെ ലൈഫിൻ്റെ പലവിടെയും മെസ്സപ്പ് ആയിട്ടുള്ള ആളുകൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയുള്ളൊരു രീതിയിലുള്ള നീഡ്സ് മീറ്റ് ആവാതാവുമ്പോൾ അത് ആ ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിന് മൊത്തത്തിലുള്ള സൈക്കോളജിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ സംഭവിക്കില്ല? തീർച്ചയായിട്ടും സംഭവിക്കും. പക്ഷെ ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യുന്ന സമയത്ത് പാർട്ട്ണറുടെ കൂടെ ഡിസ്കഷൻ ചെയ്യുവാനും തൻ്റെ ഇമോഷണൽ നീഡ്സ് എന്താണെന്നുള്ളത് ഓപ്പണായി സംസാരിക്കുവാനും ഞാൻ ഇന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് പറയാനും അതിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്കിത് സാധിക്കില്ലെങ്കിൽ ദയവീത് എൻ്റെ പാർട്ട്ണർ ആകരുത് എന്ന് പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ നമുക്ക് ഓപ്ഷൻ ഇല്ല, നമ്മൾ അത് അനുഭവിച്ചേ പറ്റൂ. പക്ഷെ ഇവിടെ ലൈഫ് പാർട്ട്ണറിന്റെ കാര്യത്തിലൊക്കെ നമ്മൾക്ക് ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഐ തിങ്ക് ഇതൊരു പോയിന്റ് ആണ്. ബിക്കോസ് മുൻപ് സംസാരിച്ചാൽ നമ്മളങ്ങനെ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഒരു രീതിയിലുള്ള ചിന്താഗതി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് എക്സ്ട്രീമിലോട്ട് പോയിട്ട് ലൈക്ക് സ്വന്തം പാർട്ട്ണർ എങ്ങനെയാണെങ്കിലും, അതായത് അവരുടെ നീഡ്സും മീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരൊരു ടോക്സിക് ആണെങ്കിൽ അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ലവ് ചെയ്ത് കൊണ്ടുപോയിക്കുക എന്ന് പറയുന്നതും തെറ്റാണ്. അത് ശ്രദ്ധിക്കണം. അത് ഒരു ബന്ധത്തിലായി പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്ന ഒരു പ്രൈമറി സ്റ്റെപ്പാണ്. ഒരാളെ ജീവിതകാലം മുഴുവൻ സഹിച്ച് ജീവിക്കണം എന്നൊന്നും ഒരിക്കലും പറയാത്ത ആളാണ് ഞാൻ. പ്രൈമറി ലെവലിൽ നമ്മൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. വേണ്ട ഒരു സ്കില്ല് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളെ ഒന്നും ഒരു വിലയില്ലാത്ത ഒരാളുടെ കൂടെ ഒരിക്കലും ജീവിക്കുക വേണ്ടതാണ് ഞാൻ പറയുന്നത്. ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്ന് പറയുള്ളൂ. ആ ഒരു ചോയ്സ് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരുന്ന സമയത്ത് മിക്കവാറും നമ്മൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും പലരും ഒരു ഇതിൽ പോകാം. ഇവിടെ എവിടെയൊക്കെ ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ ചോയ്സ് നിങ്ങളുടെ പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നിടത്താണ്. അവിടെ നിങ്ങൾ ശരിക്കും ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ടേസ്റ്റുകൾ സീരിയസ് ആയി ചിന്തിച്ചിട്ട് അത് ഓപ്പണായി പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ളൊരു പാർട്ട്ണറെയാണ്. ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ പാർട്ട്ണറെ ഈ ലോകത്ത് ആരും റെഡിമെയ്ഡായി ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരാളെ കിട്ടുമൊന്നുമില്ല. അതുമായിട്ട് മാക്സിമം ഒത്തുചേരാൻ പറ്റുന്ന കാര്യങ്ങൾ. മനുഷ്യൻ എന്തൊക്കെ അന്വേഷിക്കുന്നു കല്യാണത്തിന്? എത്ര പണം ഉണ്ടെന്ന് അന്വേഷിക്കുന്നു, ഗവൺമെൻറ് ജോലി ഉണ്ടോയെന്ന് അന്വേഷിക്കുന്നു, വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്ന് അന്വേഷിക്കുന്നു, ഉയരം എത്ര ഉണ്ടെന്ന് അന്വേഷിക്കുന്നു, ഏത് ഗ്രഹനിലയാണ്, ജാതകം ഏതാണെന്നൊക്കെ അന്വേഷിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഇതൊന്നും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. അവർ തമ്മിലുള്ള സിങ്ക്രണൈസേഷൻ ഉണ്ടല്ലോ, അവരുടെ എക്സ്പെക്റ്റേഷൻസ് പരസ്പരം കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. ആ കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് നമ്മളുടെ വിവാഹ ആലോചനകളിൽ, അത് ട്രഡീഷണൽ മെത്തേഡാണെങ്കിലും ശരി, പ്രണയ വിവാഹങ്ങളാണെങ്കിലും ശരി, ചോയ്സ് വലിയ മണ്ടത്തരായിട്ടാണ് കിടക്കുന്നത്. അറേഞ്ച്ഡ് മാരേജസിൽ മുഴുവൻ അന്വേഷിക്കുന്നത് ഈ പുറമെയുള്ള ഈ കാര്യങ്ങളാണ്. പ്രണയത്തിൽ മുഴുവനും നോക്കുന്നത് എന്താണ്? ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതൊരു ബ്രെയിൻ കെമിക്കൽ ആക്ടിവിറ്റിയാണ് ഇഷ്ടപ്പെടൽ. ജീവിക്കാൻ പറ്റുമോ നോക്കുകയാണ് വേണ്ടത്. ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ആ രണ്ട് പേഴ്സണിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ. മെയിനായിട്ട് കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ്. ആ ഒരു വ്യക്തിയും ഈ ഒരു വ്യക്തിയും ഒത്തുചേർന്ന് പോകാൻ കമ്പാറ്റബിൾ ആണോ എന്നുള്ള പോയിന്റ്. തീർച്ചയായിട്ടും. പ്രണയിക്കുന്ന സമയത്ത് അതൊരു പ്രശ്നമായിരിക്കില്ല. വിവാഹം കഴിച്ചാൽ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് തന്നെ ഉറപ്പുവരുത്തണം. പ്രണയത്തിൽ സെറിബ്രൽ കോർട്ടക്സ്, പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ഒന്നും അധികം വർക്ക് ചെയ്യില്ല പ്രണയിക്കുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ബോധപൂർവ്വം ഇത്തിരി ചിന്തിക്കണം. നമുക്ക് ഒരുമിച്ച് ജീവിക്കണ്ടേ? ലവ് മാരേജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒക്കെ പൂർത്തീകരിച്ച് തരുവാനുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളത്, ആ കമ്മിറ്റ്മെൻറ്റ്സ് കാണിക്കാൻ തയ്യാറാണോ എന്നുള്ളത്. അറേഞ്ച്ഡ് മാരേജിലാണെങ്കിലും ഈ തലം ഡിസ്കസ് ചെയ്യുന്നില്ല കൂടുതലും ആളുകൾ. ഈ ഡിമാൻഡുകൾ ഉണ്ടല്ലോ, മെൻ്റൽ ഡിമാൻഡുകൾ, ഇത് ഡിസ്കസ് ചെയ്തിട്ട് അവിടെ ഒരു ചോയ്സ്. ഇനി അവിടെ ഒരു ചോയ്സ് എടുത്തു, ഒരുവിധം അതൊക്കെ എങ്ങനെയൊക്കെയോ ഓക്കെ ആയി തോന്നിയിട്ടാണ് വിവാഹം കഴിച്ചത്. പക്ഷെ വിവാഹം കഴിച്ചു നോക്കിയപ്പോൾ കാര്യം പറഞ്ഞ പോലെ ഒന്നും അല്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ അവിടെ ഞാനിത് പ്രതീക്ഷിച്ചതുപോലെ അല്ല, ഈ പ്രോഡക്റ്റ് മാറ്റിയെടുക്കണം. നമ്മൾക്ക് ഈ ഓൺലൈൻ കൾച്ചർ വന്നിട്ടേ ഏത് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 7 ദിവസത്തിനകം മാറ്റിയെടുക്കാൻ, അത് റീപ്ലേസ്മെന്റ് ചെയ്ത് അത് ഇതിലേക്കും ബാധിക്കും. നമുക്ക് പ്രോഡക്റ്റ് മാറ്റിയെടുക്കാൻ തോന്നും.
അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതാണ്, എല്ലാം തികഞ്ഞ ഒരാളെ കിട്ടില്ല. ഈ വ്യക്തിയുടെ കുറേ ക്വാളിറ്റീസിൻ്റെ കണക്കെടുക്കുക. ആ ക്വാളിറ്റീസൊക്കെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ക്വാളിറ്റീസാണ്, അതൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച വേറെ കുറേ ക്വാളിറ്റീസ് ഇല്ല, പക്ഷേ എനിക്ക് ഇതിൻ്റെ കൂടെ കോപ്പി ചെയ്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് നോക്കണം. എന്നാൽ ഈ സോഫ്റ്റ്വെയറിൽ ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ലവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. ഒരു തരത്തിലും പറ്റില്ല എന്നുള്ളതിൻ്റെ എല്ലാ എവിഡൻസും കാണുകയാണെന്നുണ്ടെങ്കിൽ പിരിയണം. അങ്ങനെ ചെയ്തില്ല എന്ന് വെച്ചാൽ അത് രണ്ടുപേർക്കും ചെയ്യുന്നൊരു തെറ്റാണ്. കാരണം ആ ഒരു അൺഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് രണ്ടാളും തുടരുമ്പോൾ അത് രണ്ടാൾക്കും ബാധിക്കുന്ന കാര്യമാണ് ഡയറക്റ്റ് ആയിട്ട് ലൈഫിൽ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്രയും പക്വതയോടുകൂടെ ചൂസ് ചെയ്യാനും പിന്നെ ട്രൈ ചെയ്യാനും പറ്റില്ലെങ്കിൽ വേർപെടാനുള്ള ചോയ്സ് വീണ്ടും ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം. എനിവേ, ബന്ധം എന്തിനാണോ എന്നുള്ള ഒരു ഉത്തരം വേണം നമ്മുടെ മനസ്സിൽ. ബന്ധം എന്തിനാണ്? ഷെയറിങ് ആൻഡ് കെയറിങ്. ബന്ധം ഉണ്ട്, ഷെയറിങ് ആൻഡ് കെയറിങ് ഇല്ല, പിന്നെ എന്തിനാ ബന്ധം? അപ്പോൾ ബന്ധം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ബന്ധം എന്നുള്ളത് പേരിനൊരാളുണ്ടാവുക എന്നുള്ളതല്ല. ബന്ധം എന്നാൽ ഷെയറിങ് ആൻഡ് കെയറിങ് ആണ്. ഷെയറിങ് ആൻഡ് കെയറിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ബന്ധം അവിടെ ഇല്ല, അവിടെ ഒരാളുണ്ട്, ബന്ധമില്ല. രണ്ടും രണ്ടാണ്. വീട്ടിലൊരാളുള്ളതും വീട്ടിൽ എനിക്കൊരു ബന്ധമുള്ള ഒരാളുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി മറ്റൊരു പോയിന്റ് കൂടെ ചിന്തിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്ട്രേഞ്ചർ ആൻഡ് എ റിലേഷൻ? ഒരു സ്ട്രേഞ്ചർക്ക് നമ്മളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനെന്നുള്ള കഴിവില്ല, കഴിവ് വേണമെന്നുമില്ല, അത് അവർ അറിയുന്നില്ല, അറിയേണ്ട ആവശ്യമില്ല. ഒരു ബന്ധു അങ്ങനെയല്ല, ബന്ധുവിന് നമ്മളെ മനസ്സിലാക്കാൻ കഴിയണം. തിരിച്ചും ഇതേപോലെ ഇതേ കാര്യത്തെ നമ്മളെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ വീട്ടിലൊരാളുണ്ട്, നമ്മൾ പറയുന്നത് ബന്ധുവാണെന്നാണ്, പക്ഷെ നമ്മുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല, അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വലിയൊരു മെൻ്റൽ ഇടപാടില്ല. അത് വളരെ ശ്രദ്ധിക്കണം, മെൻ്റൽ ഇടപാടില്ല. അപ്പോൾ ആ വ്യക്തി ബന്ധുവല്ല, സ്ട്രേഞ്ചറാണ്. നമ്മൾ പറയാൻ ബന്ധുവാണ്, ഒന്നുമില്ല ലീഗൽ എഗ്രിമെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ രക്തബന്ധമുണ്ട്, ബട്ട് അത് സ്ട്രേഞ്ചറാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പം നമ്മൾ വേറെ ബന്ധമുണ്ടാക്കണം, ഈ ബന്ധം വേണ്ട വയ്ക്കണം, അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബന്ധം നമുക്ക് നിർമ്മിക്കുവാൻ സാധിക്കുന്നതാണ്, ബന്ധം നമുക്ക് നിർത്തുവാനും സാധിക്കുന്നതാണ്. ബന്ധം ഒരിക്കലും ഒരു ബയോളജിക്കൽ കണക്ഷൻ അല്ല. ബന്ധം എന്നുള്ളത് ഒരു അവയവം പോലെ മുറിച്ചു മാറ്റാൻ പറ്റാത്ത സാധനമൊന്നുമല്ല. ബന്ധം എപ്പോഴും നമ്മളുടെ നിലവാരത്തിനനുസരിച്ച് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാനൊക്കെ പറ്റും. ചോയ്സ് ഉണ്ട് നമുക്ക്. അതൊരു ബന്ധത്തിന് അങ്ങനെ കട്ട് ചെയ്ത് കളയാന്നുള്ളത് ആവണമെന്നില്ല. ഒരു ബന്ധത്തിൽ നിന്ന് വേറെ ബന്ധത്തിലോട്ട് അത് കൺവേർട്ട് ആവുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ക്ലോസ് ആയിട്ടുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ റിലേഷൻഷിപ്പിനെ പല പല ലെവൽസ് ആക്കിയിട്ട് തരംതിരിക്കുന്നതാണ്. ഫസ്റ്റ് റിലേഷൻ, സെക്കൻഡ് റിലേഷൻ, അങ്ങനെ ഒരു പല പല ലെവൽസും ഉണ്ട് റിലേഷൻഷിപ്പിന്റെ. അപ്പോൾ നമുക്ക് ഒരു ഞാനത് വൃത്തിയായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു പോയിന്റ് ഇടുക, ഈ പോയിന്റ് നടുവിൽ നിൽക്കുന്നത് നമ്മളാ, അതിന്റെ ചെറിയൊരു വട്ടം ഇടുക, അത് നമ്മളുടെ ഇൻറ്റിമേറ്റ് റിലേഷനാണ് ഫസ്റ്റ് റിലേഷൻ എന്ന് പറയും. അതിൽ കല്യാണം കഴിച്ചിട്ടെങ്കിൽ ഭാര്യയാണ് അതിൽ വരിക, അല്ലെങ്കിൽ ഭർത്താവാണ് വരിക, കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളും വരും. അതിൻ്റെ പുറത്ത് നമ്മൾ മുതിർന്നൊരു വ്യക്തിയാണെങ്കിൽ പാരൻസൊക്കെ അതിലാണ് വരിക, സിബ്ലിങ്സും പാരൻസൊക്കെ. നമ്മളൊരു മൈനർ ആണെന്നുണ്ടെങ്കിൽ പാരൻസ് ഫസ്റ്റ് റിലേഷനിൽ വരും കേട്ടോ. ഞാനൊരു അഡൽട്ടിൻ്റെ കാര്യം പറയുമ്പോൾ, മാരീഡ് ആയിട്ടുള്ള ഒരു അഡൽട്ടിൻ്റെ കാര്യം പറയുമ്പോൾ, ഫസ്റ്റ് റിലേഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ട്ണറും കുട്ടിയാണ് വരിക. സെക്കൻഡ് റിലേഷനിൽ നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളുടെ സിബ്ലിങ്സ് ഒക്കെ വരും. തേർഡ് റിലേഷൻഷിപ്പിൽ നമ്മുടെ അച്ഛൻ്റെ അനിയൻ, അമ്മയുടെ അനിയത്തി, അനിയൻ്റെ ഭാര്യ, ചേച്ചിയുടെ ഭർത്താവ്, ഇങ്ങനെയൊക്കെ വരും. അവരുടെ ആരോ എന്ന് പറയുന്ന അങ്ങനെ 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 റിലേഷൻഷിപ്പിൻ്റെ സർക്കിളുകൾ വലുതായി 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 വരും. ഇതിൽ ഈ ഫസ്റ്റ് റിലേഷൻ, സെക്കൻഡ് റിലേഷൻ, തേർഡ് റിലേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ ഫസ്റ്റ് റിലേഷനിൽ അവർക്ക് നമ്മളെ ഉള്ളൂ, നമ്മളാണ് അവരുടെ പ്രൈമറി ആയിട്ടുള്ള ആൾക്കാർ. അത് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുക വെച്ചാൽ, നമ്മളൊന്ന് തലകറങ്ങി വീണാൽ പെട്ടെന്ന് എടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ട ആൾക്കാരാരാണ്, നമ്മളൊന്ന് ICUയിൽ കിടന്നാൽ പുറത്ത് കതകിൻ്റെ പുറത്ത് നിൽക്കേണ്ട ആൾക്കാരാരാണ്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അവരെ നമുക്ക് ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. സെക്കൻഡ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തത് ഓടി വരുന്ന ആൾക്കാരായിരിക്കും, അടുത്തൊരു ഹെൽപ്പിന് ഓടി വരുന്നത് ആരായിരിക്കും എന്നുള്ളതാണ്. തേർഡ് റിലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഓറഞ്ച് കൊണ്ട് കാണാൻ വരുന്ന ആൾക്കാർ, വന്നിട്ടൊക്കെ പോണ ആൾക്കാരില്ലേ. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാ. മീൻസ് ആ അകലം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണ് അതായത് അവരില്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ സെക്കൻഡോ തേർഡോ റിലേഷനിലാണ്. ബട്ട് ഞാനില്ലാതെ മൊയ്തീനിപ്പോൾ ജീവിക്കാൻ പറ്റും,
അപ്പോൾ ഞാൻ മൊയ്തീൻ്റെ ഡെഫിനറ്റ്ലി 3rd or 4th റിലേഷനിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ബട്ട് മൊയ്തീന് ചില ആളുകളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം, ഞാൻ പറയുകയാണ് ഉദാഹരണം. അപ്പോൾ അവർ ഫസ്റ്റ് റിലേഷനായിരിക്കും. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബൗണ്ടറീസ് ഉണ്ട്. നമുക്കിതിൽ വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ട്. എന്താണെന്നറിയോ? ഇതിന് നമുക്കിങ്ങനെ അങ്ങോട്ട് മാറ്റാനും ഇങ്ങോട്ട് മാറ്റാനൊക്കെ പറ്റും. ഈ ഫസ്റ്റ് റിലേഷനിൽ കിടന്നിരുന്ന ഒരാളെ നമുക്ക് പതുക്കെ അങ്ങോട്ട് കുറച്ച് അപ്പുറത്തെ റിലേഷനിലേക്ക് വെച്ചിട്ട് അവരെ എടുത്തിട്ട് ഇങ്ങോട്ട് വയ്ക്കാനൊക്കെ പറ്റും. ഇത് ഞാൻ ഈ ആദ്യം പറഞ്ഞത് അതിൻ്റെ ബേസിക് റൂളാണ്. ബട്ട് നമ്മൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് ആരെ ഫസ്റ്റിൽ വെക്കണം, ആരെ സെക്കൻഡിൽ വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളുണ്ടാക്കുന്നൊരു മെൻ്റൽ ബൗണ്ടറിയാണ്. ഈ മെൻ്റൽ ബൗണ്ടറിയുടെ ഉള്ളിലേക്ക് കിടത്താം ആൾക്കാരെ, കുറച്ച് ദൂരെ പോയിട്ട് നിർത്താം. ഇങ്ങനെ അവരെ പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട. ഈ ക്ലോസ് സർക്കിളിൽ നിന്ന് കുറച്ച് അപ്പുറത്തെ സർക്കിളിൽ കൊണ്ടുവച്ചാൽ മതി. ബട്ട് അവരുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, ബട്ട് അവരായിരിക്കില്ല നമുക്ക് മെയിൻ. അതാണ് റിലേഷൻഷിപ്പിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബന്ധം എനിക്ക് എപ്പോഴും തലവേദന തന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ ബന്ധത്തെ ഞാൻ സെക്കൻഡറി ആക്കി മാറ്റണം. അതെൻ്റെ പ്രൈമറി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും. അത് തീരുമാനം എടുക്കാനൊക്കെ കുറേ സമയം എടുക്കുന്ന കാര്യം കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ബന്ധങ്ങൾ ഒരേ സമയം നമ്മൾക്ക് നല്ല അനുഭവങ്ങൾ തരുന്ന സാധനമാണ്, അതേസമയം ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം വി ആർ ഹാൻഡ്ലിങ് അനദർ ഹ്യൂമൻ ബീയിങ്. ലോകത്തെ ഏറ്റവും വലിയ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ആണ്. മനുഷ്യരെ മാനേജ് ചെയ്യാനാണ്. ബാക്കി എന്ത് മാനേജ് ചെയ്യാൻ കുറച്ച് എളുപ്പമെന്ന് പറയാം. അപ്പോൾ അതിന് ഒരു ആർട്ടും കൂടെ വേണം. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഒരു മൃഗാവബോധത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള അർഹത ഉണ്ടാവില്ല, യോഗ്യത ഉണ്ടാവില്ല. അതിനൊന്ന് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ മൃഗാവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാൾ വേണം. ഒന്ന് ചിന്തിക്കും, നമ്മുടെ വീട്ടിലെ പട്ടിക്ക് നമ്മളുടെ ആവശ്യം എന്താ? അതിന് ഫുഡ് കൊടുക്കണം, അല്ലേ? അത്രയുള്ളൂ. ഇതന്നെ മൃഗാവബോധം. എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി തരേണ്ട ഒരാൾ, എന്നെ സ്നേഹിക്കുക, എൻ്റെ കാര്യങ്ങൾ നോക്കുക, എൻ്റെ ആവശ്യങ്ങൾ നടത്തി തരിക, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരിക, ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ നടത്തി തരിക, എന്നെ പ്ലഷർ അനുഭവിപ്പിക്കുക. ഇതിനു വേണ്ടി ഒരാൾ ജനിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അതിനുവേണ്ടി ലോകത്താരും ജനിച്ചിട്ടുണ്ടാവില്ല. ഇത് മൃഗാവബോധമാണ്. ഈ മൃഗാവബോധത്തിൽ ജീവിക്കുന്നൊരു വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടു നടക്കാനുള്ള ക്വാളിഫിക്കേഷനേ ഇല്ല. അതിനുവേണ്ടി ആരും ജനിച്ചിട്ടില്ല ഈ ലോകത്തിൽ, നമ്മളെങ്ങനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനൊരു ഭാര്യയെ വിചാരിച്ചു, ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കല്യാണം കഴിക്കുന്നു. ആ ആളുണ്ടല്ലോ, ആളെ എന്നെ കല്യാണം കഴിച്ചത് എന്തിനായിരിക്കും? അതേപോലൊരു എനിക്കിങ്ങനെ വെറുതെ ഇരുന്ന് മടുത്തു, എനിക്ക് ആരെങ്കിലുമൊക്കെ വെറുതെ സ്നേഹിക്കുകയും തിന്നാൻ കൊടുക്കുകയും ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുകയും ടൂറിന് കൊണ്ടുപോകുകയും ചെയ്യുന്ന സർവീസ് ചെയ്യാൻ ആഗ്രഹം തോന്നിയിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കല്യാണം കഴിക്കായിരിക്കുമോ? ഒരിക്കലും അല്ല. അത് നമുക്കൊരു ബോധം വേണ്ടേ? ആ വ്യക്തി ഒരിക്കലും അങ്ങനെ അതിനുവേണ്ടി കല്യാണം കഴിക്കില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അതേപോലെ നീഡ്സും നമുക്ക് വേണ്ടി. നമ്മുടെ ഇന്ത്യൻ ഫീമെയിൽസ് ആണ് കൂടുതൽ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അനുഭവിക്കുന്നുണ്ടാവുക. അതിനൊരു റീസൺ ഉണ്ട്. ഇന്ത്യൻ ഫീമെയിൽസ് ഡിപ്പെൻഡൻസിയിലാണ് കൂടുതൽ. അവർ കുറച്ചുകൂടെ ഇൻഡിപെൻഡൻ്റ് ആവണം. അറ്റ്ലീസ്റ്റ് സ്വന്തം ചെലവിൽ ജീവിക്കാനൊക്കെ തുടങ്ങുക. എല്ലാവരും സമ്പാദിക്കണം. ജീവിക്കുന്ന എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണം, ജോലി ചെയ്ത് സമ്പാദിക്കണം. അപ്പം വീട്ടിലെ ജോലി ചെയ്യുന്നില്ലേ, അതിനെ ഒരു ജോലിയായിട്ട് ആ ജോലി ചെയ്യുന്ന ആൾ പോലും അംഗീകരിക്കുന്നുണ്ടാവില്ല. അതാ രസം. അതൊരു ജോലിയാണ്. ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കുന്ന എത്ര വീടുകളുണ്ടെന്നറിയോ? എത്ര മണിക്കൂർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അതിന് സാലറി, അതൊരു മാന്യതയാണ്. അപ്പോൾ കാരണം ആ ഭാര്യയ്ക്ക് അത് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും, ആവശ്യത്തിന് ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുറമെ ജോലി പോയി ചെയ്യുക. ഞാനിത് ഒരു നല്ല പ്രവണതയാണെന്ന് പറയുകയല്ല ഭാര്യമാർക്ക് ശമ്പളം കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും തൊഴിലെടുക്കണം. ഇവിടെ ചക്കിയും ചങ്കരനും പാടത്ത് പോയിരുന്ന ഒരു നാടാണത് കേരളം. അറ്റ്ലീസ്റ്റ് ലൈക്ക് നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു തരത്തിൽ നമ്മളുടെ നീഡ്സിനെ വേറെ രീതിയിൽ സ്വയം മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളത്. നമ്മളൊരു വ്യക്തിയിൽ പൂർണ്ണമായിട്ട് ഇപ്പോൾ പല മാരേജസിലും കാണുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഒരു പൊതുവെയുള്ള രീതി കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് എങ്ങനെയാണ് ഭാര്യ എങ്ങനെയാണ്. അപ്പോൾ ഭാര്യ ഭർത്താവിനെ മുഴുവനായിട്ടും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ഡൈനാമിക്കാണ് നമ്മൾ പൊതുവേ കണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് ഒരു അധികാരം ഏറ്റെടുക്കും ഭാര്യയുടെ മേലെ മുഴുവനായിട്ടും. അപ്പം ഭാര്യയെ എന്ത് വിചാരിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്ത് വേണം നീഡ്സ് എന്നുള്ളതൊന്നും അവിടെ ഒരു പലരുടെ ഇടയിൽ അങ്ങനെ ഒരു പവർ ഡൈനാമിക് വരുമ്പോൾ
അത് ഉണ്ടാവുന്നില്ല. അപ്പോൾ പലർക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അവർ പൂർണ്ണമായിട്ട് അവരിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവരുടെ നീഡ്സും മീറ്റ് ചെയ്യുന്നില്ല അവിടെ. ബിക്കോസ് ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ഈ പേഴ്സൻ്റെ മേലെ പവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ ബന്ധങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഈ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്വതന്ത്രമായിട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ വേറെ സെൻസിലെടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുവാണ് ഇവിടെ. അതായത് ഇപ്പം പ്രത്യേകിച്ച് കപ്പിൾ റിലേഷൻ്റെ ഉള്ളിൽ 3 തരം ബന്ധങ്ങളാണ്, 3 ഫ്രെയിംസ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ട്. അത് എ ഫ്രെയിം, എച്ച് ഫ്രെയിം ആൻഡ് എം ഫ്രെയിം. ഇങ്ങനെ 3 ഫ്രെയിംസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയും. എ ഫ്രെയിം, എച്ച് ഫ്രെയിം, എം ഫ്രെയിം. അതെ. എ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി കൂടുതലുള്ള തരം റിലേഷൻഷിപ്പാണ്. അത് ആ ആൽഫബറ്റിന്റെ ഷേപ്പിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി നിൽക്കുന്നു. അങ്ങനെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാരി നിൽക്കുന്നു. ഞാൻ പാർട്ട്ണറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ ഹാപ്പിനെസ് മുഴുവൻ കിടക്കുന്നത്, ആൾ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫുൾ കിടക്കുന്നത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞത് വളരെയധികം എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ചാരി നിൽക്കുകയാണ്. ഇത് ഈ ആളെന്ന് ഇങ്ങോട്ട് മാറി ഇയാളും വീഴും, ഈ ആളെന്ന് ഇങ്ങോട്ട് മാറി ഇയാളും വീഴും. ഇത്രയും ഇൻഡിവിജ്വാലിറ്റി ഇല്ല, വ്യക്തിത്വമില്ല അവർക്ക്. അതാണ് പ്രശ്നം. അതാണ് എ ഫ്രെയിം. നല്ലൊരു രീതി അല്ലത്. ഇനി എച്ച് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതിങ്ങനെ ഞാൻ എൻ്റെ വഴിക്ക് നിൽക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് നിൽക്കുന്നു, നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മാത്രം. വിവാഹം കഴിച്ചു പോയി എന്ത് ചെയ്യാനോ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു രീതി. അപ്പോൾ അതും അവിടെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല അവർക്ക്, ഒരു ബന്ധത്തിന്റെ ഫീലിംഗ് ഉണ്ടാവില്ല. രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിൽ ചിലപ്പോൾ താമസിക്കുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും വേറെ വ്യക്തികളായിട്ട്. എം ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത് ഇന്റർ ഡിപ്പെൻഡന്റ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അവര് ഇൻഡിവിജ്വലുമാണ്, ഡിപ്പെൻഡ് ചെയ്യേണ്ടതിലൊക്കെ ഡിപ്പെൻഡുമാണ്. അപ്പോൾ ഒരു വ്യക്തി ഡിപ്പെൻഡായി ജീവിക്കണോ ഇൻഡിപെൻഡൻ്റായി ജീവിക്കണോ എന്ന് ചോദിക്കും. എന്തിനെങ്ങനെ ചോദിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് ചിലതിലൊക്കെ ഡിപ്പെൻഡായിട്ടും ചിലതിലൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടും ജീവിച്ചൂടാ? എന്തിനാ ഒന്നുമില്ല ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് എന്ന് ചിന്തിക്കുന്നത്? ഗുഡ് പോയിന്റ്. നമ്മൾക്ക് ഒരു മനുഷ്യന് ഇപ്പോൾ ഞാൻ 1000 പേർക്ക് കണ്ണിലെ കരട് എടുത്തു കൊടുക്കുന്ന ആളാണെങ്കിലും എൻ്റെ കണ്ണിൽ കരട് പെട്ടാൽ ഞാൻ ഇതൊന്നും നോക്കാൻ പറയേണ്ടി വരും. അപ്പോൾ എനിക്ക് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സൈക്കോളജിയിൽ തന്നെ പലതരം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു മാനസിക വിമിഷ്ടം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വേറൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും. സ്വയം അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിപ്പെൻഡൻസി നമുക്ക് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഭർത്താവ് ഇപ്പോൾ ഈ വീട്ടിൽ സമ്പാദ്യം മുഴുവൻ കൊടുക്കുന്ന ഭർത്താവാണ്, ഭാര്യ ചെലവാക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഭർത്താവ് വിചാരിക്കുകയാണ് അവളെ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെന്ന്. എന്തിനാ അങ്ങനെ? പണത്തിൻ്റെ കാര്യത്തിൽ ഭാര്യ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നു, മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡും ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വാലിറ്റി അനുവദിക്കുകയും വേണം. ഇതിൻ്റെ ഒരു ബാലൻസിങ് പഠിച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്സ് ഒക്കെ ഓക്കെ. നമ്മൾ അമിതമായ ഇൻഡിവിജ്വാലിറ്റിയും അല്ലെങ്കിൽ അമിതമായ ഡിപ്പെൻഡൻസിയും ബന്ധങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതിനാണ് ഞാൻ ചന്ദ്രന്റെയും ഭൂമിയുടെയും ഉദാഹരണം പറഞ്ഞത്. ഇത് രണ്ടും തമ്മിൽ അടുത്ത് പോയാൽ കൂട്ടിയിടിക്കും, അകന്നു പോയാൽ ഉപഗ്രഹം അല്ലാതെയും ബന്ധം വേർപെട്ട് പോകും. ക്ലിയർ? വണ്ടർഫുൾ.